السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ 243 കംപ്ലീറ്റ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 244, 245 ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ ഇൻഷാ അല്ലാഹ്. തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ മെഹറിന്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നിക്കാഹിന്റെ ഒരു കണ്ടീഷനാണ് മെഹർ എന്നുള്ള പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നിക്കാഹിന്റെ ഒരു കണ്ടീഷൻ അല്ല, അതായത് നിക്കാഹ് വാലിഡ് ആവാൻ മെഹർ ആവശ്യമില്ല. ഓക്കെ, മെഹർ ശരിക്കും നിക്കാഹിന്റെ സമയത്ത് പേ ചെയ്യണം. പക്ഷേ രണ്ട് പാർട്ടിയും, അതായത് പയ്യന്റെ സൈഡും പെണ്ണിന്റെ സൈഡും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മെഹറിനെ പിന്നീട് ഒരു സമയത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഓക്കെ, മെഹർ എന്ന് പറയുന്നത് സ്ത്രീന്റെ ഒരു അവകാശമാണ്. അപ്പം സ്ത്രീ ആവശ്യപ്പെടുന്നതാണ് കൊടുക്കേണ്ടത്. മാത്രമല്ല, അത് അവർ രണ്ടുപേരും എഗ്രീഡ് ആയിരിക്കണം. അതായത് സ്ത്രീ ആവശ്യപ്പെടാന്ന് വെച്ചാൽ എന്ത് വലിയ എമൗണ്ടും ആവശ്യപ്പെടാന്നുള്ളതല്ല, പുരുഷന് ഓക്കെ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം അത്. അപ്പം മെഹർ നിക്കാഹിന്റെ കൂടെ കൊടുക്കലും അത് പിന്നീട് ഡിലേ ചെയ്ത് പിന്നീട് കൊടുക്കലും അനുവദനീയമാണ്. അതേപോലെ മെഹറിന്റെ ഒരു ചെറിയ എമൗണ്ട് നിക്കാഹിന്റെ സമയത്ത് കൊടുത്തിട്ട് ബാക്കി പിന്നെ കൊടുക്കലും അനുവദനീയമാണ്. അത് അവർ രണ്ടുപേരുടെയും ഇടയിലുള്ള ഒരു എഗ്രിമെന്റിനനുസരിച്ച്, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഒരുപക്ഷെ നമ്മളെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇസ്ലാമികമായിട്ട് ഇങ്ങനെയാണ് മെഹറിന്റെ കാര്യം. പിന്നെ ഒരു മാരേജ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഉഖ്ദത്തു നിക്കാഹ് എന്ന് പറയുന്നത് അത് വാലിഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, അത് കോർട്ടിൽ വെച്ചിട്ട് ലീഗലി നടക്കണം എന്നില്ല. അതേപോലെ തന്നെ ഒരു ജഡ്ജിന്റെ, ഒരു ഖാദിയുടെ അല്ലെങ്കിൽ ഇമാമിന്റെ പ്രസൻസിൽ പള്ളിയിൽ വെച്ച് നടക്കണം എന്നില്ല. ഇനി ഈ കോൺട്രാക്ട് എഴുതപ്പെടണം എന്ന് പോലും ഇല്ല. ഓക്കെ, ഒരു വലിയ ഒരു പുരുഷനും, അതായത് ഭർത്താവും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു എന്ന് പ്രപ്പോസ് ചെയ്ത പുരുഷന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ച് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത്, അത് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് രണ്ട് സാക്ഷികൾ ഉണ്ടെങ്കിലും ശരിക്കും നിക്കാഹ് വാലിഡ് ആണ്. അപ്പോൾ മെഹർ ഇല്ലാതെ ഒരു നിക്കാഹ് നടത്തി കഴിഞ്ഞാലും ആ നിക്കാഹ് വാലിഡ്. നമ്മൾ കഴിഞ്ഞ 4 കണ്ടീഷൻസ് പറഞ്ഞ പോലെ മെഹറിന് ഇത്ര എമൗണ്ട് തരും എന്ന് പറഞ്ഞിട്ട് മെഹർ കൊടുക്കാതെ നിക്കാഹ് ചെയ്യാം, പിന്നീട് തരാന്ന് പറഞ്ഞിട്ട്. ഇനി അതൊന്നും പറയാതെ ഇത്ര എമൗണ്ട് ആണ് അല്ലെങ്കിൽ ഇന്ന സംഭവം ആണെന്ന് പറയാതെയും മെഹർ ചെയ്യാം. കാരണം അങ്ങനെ ഒരു കണ്ടീഷനും അങ്ങനെ ഒരു കേസും നമ്മൾ കണ്ടിരുന്നു അല്ലെ, മെഹർ മിസ്സിൽ. അങ്ങനെയുള്ള കേസിൽ ഡിവോഴ്സ് ആവുമ്പോൾ എന്താ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ മെഹർ മിസ്സിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം 1-2 സംശയങ്ങൾ വരെ ഉണ്ടായി. അത് അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കാനാണ്. നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിരിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ആയത്തിലേക്ക് പോവാം. 244. വഖാതിലു ഫീ സബീലില്ലാഹി വഅലമു അന്നല്ലാഹ സമീഉൻ അലീം. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന് അറിഞ്ഞുകൊള്ളുകയും ചെയ്യുവൻ. വഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യുവൻ. മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ. സബീൽ സീൻ ബ ലാം. വഅലമു, നിങ്ങൾ അറിയുകയും ചെയ്യുവൻ. അന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹു ആണെന്ന്. സമീഉൻ, എല്ലാം കേൾക്കുന്നവൻ. അലീമുൻ, എല്ലാം അറിയുന്നവൻ. തഫ്സീർ നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖാതിലു ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാം. വഅലമു അന്നല്ലാഹ സമീഉൻ അലീം, അറിയുകയും ചെയ്യാൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആണെന്ന്. ഇവിടെ ആരോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? മുസ്ലിങ്ങളുടെ അടുത്ത് അല്ലെ, വിശ്വാസികളുടെ അടുത്ത്. നമുക്കറിയാം സൂറത്തുൽ ബഖറ ഒരു മദനിയായ സൂറത്താണ്. മദീനയിൽ വെച്ച് ഇറങ്ങിയ, അതായത് മദീനയിലെ ഏകദേശം ആദ്യ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സൂറത്താണ്. ആ സമയത്ത് മുസ്ലിങ്ങളുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരുന്നു അല്ലെ, നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ശത്രുക്കളുടെ അടുത്ത്. അപ്പം യുദ്ധത്തിന്റെ കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? നമ്മളോട് യുദ്ധം ചെയ്യുന്നവരോട് അല്ലെ. അതായിരുന്നു യുദ്ധത്തിന്റെ ഒരു എന്താ പറയാ അന്തസത്ത എന്നുള്ള. നമ്മളോട് ആരാണോ യുദ്ധം ചെയ്യുന്നത് അവരുടെ അടുത്താണ് യുദ്ധം ചെയ്യേണ്ടത്. അല്ലദീന യുഖാതിലൂനക്കും, അത് നമ്മൾ ആ ഒരു ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കാരണം നമുക്കറിയാം മക്കയില് മുസ്ലിങ്ങൾ അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ, സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ സമയത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? നിങ്ങളുടെ കൈ നിങ്ങളുടെ അടുത്ത് തന്നെ വെച്ചോ, നിങ്ങൾക്ക് ഇപ്പൊ പ്രതികാരം എടുക്കേണ്ട സമയമല്ല. ഓക്കെ, ശത്രുക്കൾ എടുത്ത് ഫൈറ്റ് ചെയ്യേണ്ട സമയം അല്ല. അവര് സത്യം പറയണെങ്കിൽ അവർക്ക് ആ സമയത്ത് കഴിവുണ്ടായിരുന്നിട്ട് പോലും അവരോട് ചെയ്യരുത് എന്നാ പറഞ്ഞത്. കാരണം കഴിവുണ്ടാവും എന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അല്ലെ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന് എതിരെ ഒരു ശബ്ദം ഉയർത്തിയ ഒരാളാണെങ്കിൽ പോലും അവരോട് യുദ്ധം ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഉപദ്രവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളോട് യുദ്ധം ചെയ്യാനുള്ള കഴിവ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ, സുബ്ഹാനല്ലാഹ്, മൂപ്പര് അറിയപ്പെട്ട വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം അദ്ദേഹത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ തിരിച്ചടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ മുസ്ലിങ്ങളുടെ അടുത്ത് അള്ളാഹു പറഞ്ഞു, പറ്റൂല, ഇപ്പൊ യുദ്ധം ചെയ്യണ്ട അല്ലെ. കാരണം നമ്മളുടെ ദീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അഗ്രഷന്റെ ദീനല്ല. അതായത് ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ പ്രകോപനം ഒന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് പ്രകോപനം ഇല്ലാതെ അങ്ങോട്ട് ആക്രമിക്കുന്ന, സമാധാന ലംഘനം നടത്തുന്ന ഒരു ദീനല്ല നമ്മുടെ ദീൻ. നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ ദീൻ പ്രാക്ടീസ് ചെയ്യണം അല്ലെ. നമ്മൾ പഠിക്കുന്നത് നമ്മൾ പ്രാവർത്തികമാക്കണം, നമ്മൾ ദീനിനനുസരിച്ച് ജീവിക്കണം. ആൻഡ് നമ്മളെ ദീന് നമ്മൾ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം സമാധാനത്തിന്റെ വഴികളിലൂടെ. ഓക്കെ, അപ്പം ആ ഒരു ദീൻ സ്പ്രെഡ് ചെയ്യുന്ന സ്റ്റേജ് ആയിരുന്നു മക്കയിൽ അല്ലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്ന സമയം, വിശ്വാസം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് മക്കത്ത്. അതുകൊണ്ട് തന്നെ യുദ്ധം ആ സമയത്ത് അനുവദനീയമായിരുന്നില്ല. മാത്രമല്ല മുസ്ലിങ്ങൾ ഭയങ്കര വീക്കായിരുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ അല്ലെ. അപ്പം ശത്രുക്കൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ മാത്രമുള്ള ശക്തിയൊന്നും അവർക്ക് എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് മദീനയിലേക്ക് എത്തി അവര് രക്ഷയില്ല. എത്ര അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും അവർ ഇങ്ങോട്ട് വന്ന് മുശ്രിക്കുകൾ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു അല്ലെ. മുസ്ലിങ്ങളെ ഒരു സ്ഥലത്തും വെറുതെ വിടാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇനി നിങ്ങൾ എഴുന്നേറ്റു, ഇനി നിങ്ങൾ ഡിഫെൻഡ് ചെയ്ത് തുടങ്ങിക്കുക. അതായത് നിങ്ങൾ ചെറുത്ത് നിൽക്കുക. നിങ്ങൾ അതായത് അങ്ങോട്ട് ചെന്ന് ഫൈറ്റ് ചെയ്യാനല്ല എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുക. നിങ്ങളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ഫൈറ്റ് ചെയ്തോ. പക്ഷെ അങ്ങനെ അള്ളാഹ് പറഞ്ഞപ്പം അവർക്ക് ഇത്തിരി മടിയായിരുന്നു, അവർക്ക് പേടിയായിരുന്നു. അപ്പൊ അവർക്ക് ഫൈറ്റ് ചെയ്യണ്ട. മദീനയിലെത്തിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ആവശ്യം വന്നപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു. പക്ഷെ അപ്പൊ എന്താ? അവർക്ക് ഫൈറ്റ് ചെയ്യണ്ട. എന്താ കാരണം? കാരണം അവര് മദീനയിലേക്ക് വന്നു അല്ലെ. അപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ശത്രുക്കളുടെ ഭീഷണിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മക്കയിലെ അപേക്ഷിച്ച് സിറ്റുവേഷൻ ഒക്കെ ഓക്കെയാണ്. കാരണം മക്കയിൽ ഫുൾ ടൈം അവരൊരു ഭയത്തിലാണ് ജീവിച്ചത്. പക്ഷെ മദീനയിൽ അത്രക്ക് വലിയ ഭയമൊന്നുമില്ല, കാരണം അവർക്ക് ഒരു സേഫ്റ്റി ഉണ്ട്. പിന്നെ അവര് അപ്പം ഇത്തിരി സ്ട്രോങ് ആയെങ്കിൽ പോലും ശത്രുക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ അപ്പോഴും എണ്ണത്തിൽ കുറവാണ് അല്ലെ, കഴിവിൽ കുറവാണ്. ഈവൻ റിസോഴ്സസ്, അതായത് യുദ്ധത്തിന് ആവശ്യമുള്ള സാമഗ്രികളും കുതിരയും അങ്ങനത്തെ റിസോഴ്സസും അവർക്ക് കുറവായിരുന്നു. അപ്പൊ അവർക്ക് ഫൈറ്റ് ചെയ്യണ്ട. പക്ഷെ അള്ളാഹ് പറഞ്ഞു, വഖാതിലൂ ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ ഫൈറ്റ് ചെയ്യുക, നിങ്ങൾ ചെയ്യണം അല്ലെ. കാരണം നിങ്ങളെ ഡിഫെൻഡ് ചെയ്യണം. അവരിപ്പോഴും നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെറുത്ത് നിൽക്കണം, നിങ്ങൾ ആത്മരക്ഷാർത്ഥം നിങ്ങൾ ചെയ്യണം. ഇനി നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എന്തിലേക്കാണ് തള്ളിവിടുന്നത്? നാശത്തിലേക്കാണ് അല്ലെ. നമ്മൾ ഇത് മുമ്പേ പഠിച്ചിരുന്നു, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ സ്വയം നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് തള്ളിവിടല്ലേ അല്ലെ. അപ്പം ഇവിടെ തൊട്ട് മുമ്പുള്ള ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു കാര്യം പറഞ്ഞു വെച്ചിരുന്നു അല്ലെ. മുമ്പ് ഒരു ജനത ഉണ്ടായിരുന്നു, അവര് ആയിരക്കണക്കിന് ആളുകള് എന്താക്കി? വീട്ടിൽ നിന്ന് മരണം ഭയം കൊണ്ട് ഓടി ഒളിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ആയത്ത് അല്ലെ. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഖാതിലൂ ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞ കൽപ്പനയുടെ തൊട്ട് മുന്നേ ഈ ഒരു ആയത്ത് പറഞ്ഞിട്ടുള്ളത്? ഏതോ ഒരു കൂട്ടം ആളുകൾ, ആ ആളുകൾ ആരാന്ന് പോലും അള്ളാഹു പറഞ്ഞിട്ടില്ല, നമ്മൾ അത് നോക്കുകയും വേണ്ട നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു അവരുടെ അടുത്ത് പറയാണ്, ശരിയാണ്, നിങ്ങൾ കുറച്ച് ആൾക്കാരെ ഉള്ളുമായിരിക്കും, അവര് വലിയ സൈന്യമായിരിക്കും അല്ലെ, ശത്രുക്കൾ ഒരുപാട് ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും മരിക്കും എന്നല്ല. അതേപോലെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സേഫ് ആയിരിക്കുന്നു അല്ല. കാരണം അവരെ കാര്യം നോക്കല്ലേ, അവര് ഓടി ഒളിച്ച് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് മരണം ഭയം കൊണ്ട്, പക്ഷെ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊന്നു കളഞ്ഞു അല്ലെ. മൂത്തു, അള്ളാഹു പറഞ്ഞു, അവര് മരിച്ചു. അപ്പം മരണം എന്തായാലും വരും, നിങ്ങളത് യുദ്ധത്തിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും. യുദ്ധത്തിൽ പോയി എന്ന് വെച്ച് മരിച്ചോളണമെന്നില്ല, പോയില്ല എന്ന് വെച്ച് നിങ്ങൾ മരിക്കാതെ ഇരിക്കുമല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. പല ആളുകളുണ്ട് എത്രയോ യുദ്ധങ്ങളിൽ അവർ പങ്കെടുത്തിട്ടും അവർ യുദ്ധത്തിൽ മരിക്കാത്തത്. അവർ പകരം അവരുടെ എന്തെങ്കിലും അസുഖം വന്നിട്ട് അവരുടെ ബെഡിൽ കിടന്നിട്ട് മരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു.
അദ്ദേഹം ഈ മരണസമയത്ത് അദ്ദേഹത്തിന്റെ ഡെത്ത് ബെഡിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയായിരുന്നു, എനിക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ഷഹീദായിട്ട് മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. എത്ര യുദ്ധങ്ങൾ അദ്ദേഹം പങ്കെടുത്ത ആളാണ്, എത്ര യുദ്ധങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം യുദ്ധത്തിൽ മരിച്ചിട്ടില്ല അല്ലെ, ഷഹീദായിട്ടില്ല. എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും മുറിവുകളുണ്ട്, കുത്തുകൾ ഏറ്റിട്ടുണ്ട്, വാളിന്റെ വെട്ടുകളുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലും എനിക്ക് വേദനകളുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ യുദ്ധത്തിൽ നിന്നുള്ളത്. പക്ഷെ ഞാനൊരു യുദ്ധത്തിൽ മരിച്ചില്ല. ഞാനിതാ ഇവിടെ കട്ടിലിൽ കിടന്ന വേദന മരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ യുദ്ധത്തിന് പോയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ സേഫ് അല്ല, യുദ്ധത്തിന് പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾ മരിച്ചോളണമെന്നില്ല അല്ലെ. ഖാതിലു ഫീ സബീലില്ലാഹ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അറിയണം അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇവിടെ മെൻഷൻ ചെയ്തത്? നിങ്ങൾ പറയുന്നത് അള്ളാഹു കേൾക്കാം, നിങ്ങളുടെ ഫീലിങ്സും അള്ളാഹു മനസ്സിലാവും അല്ലെ. ഖിതാൽ ഫീ സബീലിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അള്ളാഹു മനസ്സിലാവും. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങൾ കഴിവില്ലാഞ്ഞിട്ടാണോ യുദ്ധം ചെയ്യാത്തത് അല്ലെ, നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ലാഞ്ഞിട്ടാണോ യുദ്ധം ചെയ്യാത്തതെന്ന് അള്ളാഹ്ക്ക് അറിയാം. അതോ നിങ്ങൾക്ക് പോയാൽ മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടാണോ? അള്ളാഹു അവരോട് പറയാണ്, ഖാതിലു ഫീ സബീലില്ലാഹ്. എന്താണ് ഇവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്നാ പോയി എല്ലാരെയും നിങ്ങൾ അങ്ങ് കൊന്നുകളയും അല്ലെ, നീ ശത്രുവാന്ന് വിചാരിക്കുന്ന എല്ലാരോടും നിങ്ങൾ അങ്ങ് പ്രതികാരം വിട്ട് എന്നാണോ ഇവിടുത്തെ ഖാതിലു ഫീ സബീലില്ലാഹ്? ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെയും കൊന്നുകളയണമെന്നാണോ? അല്ല അല്ലെ. ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വാക്കിന്റെ അർത്ഥം തന്നെ ഒരു വ്യക്തി അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അല്ലെ, അള്ളാഹുവിലേക്കുള്ള മാർഗം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ട് അവസാനം എവിടെയാ നമ്മൾ എത്തുന്നത്? ആരെയാ കാണുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലാഹ് അല്ലെ. അങ്ങനെ അതിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മളുടേത്. സൂറത്ത് ഇൻഷിഖാഖില് പറയുന്നത്, യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. ഹേ മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിലേക്ക് കടുത്ത അധ്വാനം നടത്തി ചെല്ലുന്നവനും അങ്ങനെ അവനുമായി കണ്ടുമുട്ടുന്നവനും ആകുന്നു. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കാണാനുള്ള ഒരു ട്രാവൽ, ഒരു യാത്രയില, ഒരു ജേർണിയിലാണ് നമ്മൾ എല്ലാവരും അല്ലെ. അപ്പം ഈ ജേർണിയിൽ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് അള്ളാന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് നമ്മുടെ കഴിവിന്റെ പരമാവധി ജീവിക്കാൻ ശ്രമിക്കുക, ശരിയാ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യണമെന്നാണോ, അള്ളാഹു നമ്മളോട് എന്ത് ചെയ്യണമെന്നാണോ പറഞ്ഞത് അത് ചെയ്ത് ജീവിക്കാം. പക്ഷെ നമ്മുടെ യാത്രയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മൾ ഫീ സബീലില്ലാഹ് എന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെ. അപ്പം അതിന്റെ ഡെഫിനേഷനിലേക്കാണ് ഞാൻ എത്തുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ തടയും അല്ലെ. അത് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന് ആൾക്കാർ തടയും. ശൈത്താൻ വരും. സുബ്ഹാനല്ലാഹ്. ആൾക്കാർ വന്നിട്ടും ശൈത്താൻ വന്നിട്ടും പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടാക്കും. അങ്ങനെ ആളുകൾ തടയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ തടസ്സം അങ്ങോട്ട് മാറ്റും അല്ലെ. ആ തടസ്സം മാറ്റിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ആ തടസ്സത്തിനെതിരെ നമ്മൾ പൊരുതിയിട്ട് യുദ്ധം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നമ്മളെ വീട്ടിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരികയാണ്. ഓക്കെ. അപ്പൊ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആ ഒരു റോഡ് ബ്ലോക്കാണ്. അവിടെ എന്തോ പണി നടക്കാണ്. സ്വാഭാവികമായും നമ്മൾ വേറൊരു വഴി അല്ലെ, നമ്മളെ വീട്ടിലേക്ക് എത്താൻ എന്തായാലും ഒന്നിൽ കൂടുതൽ വഴികളുണ്ടാവും. നമ്മളൊരു റിവേഴ്സ് എടുത്ത് വേറൊരു വഴിയിലേക്ക് പോകും. വേറൊരു വഴിയിലൂടെ പോയിട്ടും ഈ പറഞ്ഞ പോലെ വീട്ടിനടുത്ത് എത്തുമ്പോൾ അതും ബ്ലോക്കാണ്. അപ്പൊ നമ്മൾ ഇറങ്ങിപ്പോയി നോക്കൂ, ഇതിപ്പോ എന്താ സംഭവം അല്ലെ. അപ്പം അവരടുത്ത് ബ്ലോക്ക് ചെയ്ത ആൾക്കാരുടെ ചോദിക്കും, ഞാൻ ഒന്ന് പോയിക്കോട്ടെ, എന്റെ വീട് അവിടെയാണ്. അപ്പൊ അവര് പറയില്ല, പറ്റൂല, ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ പോട്ടെ എന്ന് പറയോ? ഇല്ലല്ലേ. നമ്മളെ വീട്ടിലേക്കാ പോണത്. എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതിയാവും, നിങ്ങൾക്ക് അങ്ങനെ എന്നെ നിർത്താൻ പറ്റൂല അല്ലെ. ഇങ്ങനെ പോകാൻ പറ്റുമോ അങ്ങനെ നമ്മൾ അപ്പം പോവാൻ ശ്രമിക്കും. പക്ഷെ അവര് പറയും, ഇല്ലല്ല, ഈ വഴി കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യാൻ പോവാണ്, ഞാനിതാ ഇവിടെ ഒരു മതിൽ പണിയാൻ പോവാണ്, നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെന്തെങ്കിലും സെൻസ് ഉണ്ടോ? അതിലൊരു സെൻസും ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് ഒരു തരത്തിലും എത്താൻ ആളുകൾ സമ്മതിക്കൂല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുതിയ വഴി കണ്ടുപിടിച്ച് പോവുക തന്നെ ചെയ്യും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തില് നമുക്ക് പോവാൻ ആരെങ്കിലും തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതില് ഫൈറ്റ് ചെയ്യും. അവരെ അങ്ങനെ ഒരു പരിധി കൂടുതൽ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാവാം. ഈ പറഞ്ഞ പോലെ
ആളുകളുടെയും ഷെയ്ത്താന്റെയും, ഇനി നമ്മളെ നെഫ്സ് തന്നെയും തടസ്സങ്ങൾ ഉണ്ടാക്കാം അല്ലെ. സ്ഥിരമായിട്ട് നമ്മളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളെ നെഫ്സ് ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ, അതിനെ നമ്മൾ വെട്ടിമാറ്റി അതിനോട് നമ്മൾ ജിഹാദ് ചെയ്ത് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയേ മതിയാവും അല്ലെ. നമുക്കെതിരെ നിൽക്കുന്നവരാണ് അവര്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ. ഷെയ്ത്താൻ വരും, മുന്നോട്ട് പോയേ മതിയാവും. ആളുകൾ വരും അല്ലെ, ആളുകൾ ഓപ്പൺ ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വരും. പക്ഷെ നമുക്കത് റിമൂവ് ചെയ്ത് മുന്നോട്ട് പോയേ മതിയാവും. ചില സമയത്ത് വളരെ ഈസി ആയിരിക്കും അല്ലെ, എന്റെ വഴിയിൽ നിൽക്കല്ലേ, എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ മാറിത്തരും. ചില സമയത്ത് അവർ കേൾക്കൂല അല്ലെ, എന്ത് പറഞ്ഞാലും അവർ കേൾക്കൂല. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓരോരുത്തർക്കും. അപ്പം ഒരു സമയം വരും നമ്മൾ അവരോട് എത്ര മാറെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാറാണ്ട് അവരവരുടെ കൈ പൊക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ നമുക്ക് നമ്മളെ ഡിഫെൻഡ് ചെയ്തേ മതിയാവും അല്ലെ. കാരണം നമുക്ക് മുന്നോട്ട് പോവണം, നമുക്ക് അള്ളാന്റെ മാർഗത്തിലേക്ക് പോയേ മതിയാവും. സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും എപ്രകാരം മക്കയില് അവരുടെ ദീൻ പ്രാക്ടീസ് ചെയ്യാൻ അവരെ അനുവദിച്ചില്ലയോ അല്ലെ, അത് കുറേ അവർ എല്ലാ വഴിയും മാറി 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 അവര് പരീക്ഷിച്ചു. പക്ഷെ ഒരു സമയം എത്തിയപ്പം ഇനിയും ഇവര് സമ്മതിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളെല്ലാവരും അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമുക്ക് തടസ്സങ്ങൾ വരും അല്ലെ, പല രീതിയിലുള്ള തടസ്സങ്ങൾ വരും. അപ്പോൾ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതാണ് ഈ ആഹ്വാനം. ഓക്കെ, അല്ലാതെ പോകുന്ന വഴിക്കുള്ള എല്ലാ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെയും പിടിച്ചു വെച്ച് വെട്ടിക്കൊല്ലാനുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഫീ സബീലില്ലക്ക് ഒരു പോയിന്റും കൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അത് അള്ളാന്റെ തൃപ്തിയുള്ള മാർഗത്തിലായിരിക്കണം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മുന്നോട്ടുള്ള വഴിയിൽ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് അള്ളാന്റെ തൃപ്തിയിൽ, അള്ളാഹ് പറഞ്ഞ രീതിയിൽ, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, അള്ളാഹു അപ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഏത് വഴി കൂടെ വരുന്ന ആൾക്കാരെയും അല്ലെ ഹിറ്റ് ചെയ്യുകയും അവരെ ഉപദ്രവിക്കുകയും അവർക്കെതിരെ അനീതി പ്രവർത്തിക്കുകയും അന്യായം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കണം. എങ്ങനെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാം? അതിൽ രണ്ട് കാര്യങ്ങളാണ്, നിയത്തും അമലും അല്ലെ. നിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിയത്ത് എന്ന് പറഞ്ഞാൽ ഇന്റൻഷൻ ആണ് അല്ലെ. എന്താണ് നമ്മുടെ ഉദ്ദേശ്യം, ആർക്ക് വേണ്ടി ആയിരിക്കണം? അള്ളാഹ്ക്ക് വേണ്ടി, ആരെയും കാണിക്കാനല്ല അല്ലെ. കണ്ടോ, എനിക്ക് എന്താ കഴിവ്, എന്റെ കഴിവ് നിങ്ങൾ കണ്ടില്ലേ, എന്തൊരു കോൺഫിഡൻസ് ആ എനിക്ക് എന്ന് കാണിക്കാനുള്ളത് ആയിരിക്കരുത്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു വ്യക്തി ഒരിക്കൽ വന്ന് പറഞ്ഞു, ഒരാള് യുദ്ധം ചെയ്യുന്നുണ്ട്. ഓക്കെ, അയാള് അഭിമാനം ഒക്കെ സ്വന്തം ഇത് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഇതുണ്ടല്ലോ, യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾ യുദ്ധം ചെയ്തവർക്ക് കിട്ടും, അതിനു വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ധൈര്യം കാണിക്കാൻ വേണ്ടി ആയിരിക്കാം. ഓക്കെ, ആളുകൾ പല നിയത്തിലും യുദ്ധങ്ങൾ ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഞാൻ എന്റെ ഗോത്രത്തിനെ ഞാൻ സംരക്ഷിക്കുന്ന ഒരാളാണെന്ന് കാണിക്കാൻ ആ രീതിയിലാവാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അല്ല, അയാൾ ചോദിക്കും, ഇത് അള്ളാന്റെ മാർഗത്തിലാണോ, അതായത് ഇവർ ഈ യുദ്ധം ചെയ്യുന്നതൊക്കെ അള്ളാന്റെ മാർഗത്തിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ ഫഹുവ ഫീ സബീലില്ലാഹ്. ആര് അള്ളാഹുവിന്റെ കലിമ ശ്രേഷ്ഠമാക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു, അതാണ് എന്ത്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം. അപ്പം ഫീ സബീലില്ല എന്ന് പറയുമ്പോൾ നീയത്ത് കറക്റ്റ് ആയിരിക്കണം. നമ്മളും അള്ളാഹുവിന്റെ മാർഗത്തിൽ പല രീതിയിൽ യുദ്ധം ചെയ്യുന്ന ആളുകളാണ് അല്ലെ. പലപ്പോഴും നമ്മുടെ മാർഗത്തിൽ വരുന്ന പല തടസ്സങ്ങളെയും നീക്കാൻ വേണ്ടിയിട്ട് യുദ്ധം എന്ന് വെച്ചാൽ വാളെടുക്കുന്നില്ലെങ്കിലും നമ്മൾ പല രീതിയിൽ ജിഹാദ് ചെയ്യുന്ന ആൾക്കാരാണ് മറ്റുള്ളവരുടെ അടുത്ത്. അപ്പം അവിടെ നീയത്ത് നമ്മളുടേത് എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത് അമൽ. ഓക്കെ, ആ ഒരു രീതി, എങ്ങനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, അത് ശരിയായുടെ നിയമത്തിനനുസരിച്ചിട്ടാണോ? കാരണം ഇസ്ലാമിലെ യുദ്ധത്തിന്റെ നിയമം നമ്മൾ കണ്ടിരുന്നു അല്ലെ. നമുക്കെതിരെ ശബ്ദമുയർത്തുന്ന, നമുക്കെതിരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരോടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. നമ്മളോട് യുദ്ധം ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. യുദ്ധത്തിന്റെ നിയമം നമ്മൾ അങ്ങനെയാണ് കണ്ടത്. ഇന്നസെന്റ് ആയിട്ടുള്ള, നിരപരാധികളായിട്ടുള്ള ആൾക്കാരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ സ്ത്രീകള്, കുട്ടികള്, പ്രായമുള്ളവര്, ഇനി സന്യാസിമാര്, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവരവരുടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആളുകൾ, ഈവൻ ഒരു വിഗ്രഹത്തിനെ ആരാധിക്കുന്നവരാണെങ്കിൽ പോലും, ഈസാ അലൈഹി ഇസ്ലാമിനെ ആരാധിക്കുന്നവരാണെങ്കിൽ പോലും അവരെ അങ്ങോട്ട് ചെന്ന് വെട്ടിക്കൊല്ലാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. കാരണം അവർക്ക് നമ്മുടെ ലോകവുമായിട്ട് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ അവരുടെ ഇബാദത്തും അവരുടെ ഇബാദത്തിന്റെ സ്ഥലവുമായിട്ട് കൺസേൺഡ് ആണ് അല്ലെ.
അപ്പം അവരെയും കൊല്ലാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. ആരാണോ നമ്മളടുത്ത് നമ്മൾക്ക് നമ്മളുടെ ദീൻ പ്രാക്ടീസ് ചെയ്യാൻ പ്രയാസം ഉണ്ടാക്കുന്നത്, അല്ലെ, അവരോടാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാര്, ഈ പറഞ്ഞ ഈസാ അലൈഹി ഇസ്ലാമിനെ ആരാധിക്കുന്നവരോ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരോ ഇതേപോലെ നമ്മളുമായിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യണം. അത് വേറെ നിയമം. ഓക്കെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖാതിലു ഫീ സബീലില്ലാഹ് വഅലമു അന്നല്ലാഹ സമീഉൻ അലീം. അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ആണ്. എന്താണ് ഇവിടെ നമുക്ക് എടുക്കാനുള്ള ലെസൺ? മെയിനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് ചിലതൊക്കെ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മേലിൽ ചിലത് ബാധ്യതകളാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമസ്കാരം, ഹജ്ജ്, സക്കാത്ത്, അതുപോലെ അല്ലെ, മാതാപിതാക്കളോട് നന്മ ചെയ്യാന്നുള്ളത്, ബന്ധങ്ങൾ നിലനിർത്താന്നുള്ളത്, സത്യം പറയാന്നുള്ളത്, ഉടമ്പടി പാലിക്കാന്നുള്ളത്, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ നിറവേറ്റാന്നുള്ളത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും നമ്മുടെ മേൽ വാജിബാക്കിയിട്ടുണ്ട്, ഫർദാക്കിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നിറവേറ്റണം അല്ലെ. നമുക്ക് ഇല്ല എനിക്ക് പേടിയാണ്, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്താൽ അങ്ങനെ ആയിപ്പോവും, അല്ലെങ്കിൽ അത് ചെയ്താൽ എനിക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല അല്ലെ. ഇവിടെ ഇപ്പൊ യുദ്ധത്തിന്റെ കാര്യമാണ് എടുത്തു പറഞ്ഞത്. പക്ഷെ അത് യുദ്ധത്തിന്റെ കാര്യത്തിൽ പോലും അങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തെല്ലാം നമുക്ക് മാറി നിൽക്കാൻ പറ്റുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിപ്പോ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയിപ്പോ, ആ പ്രയാസം ഉണ്ടാവും, ഈ പ്രയാസം കണ്ട് മാറി നിൽക്കുമ്പോൾ അള്ളാഹ് പറയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ പ്രയാസം ഉണ്ടാവും അല്ലെ. അവര് മരിക്കുന്ന പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോഴും അവര് മരിച്ചു. സുബ്ഹാനല്ലാഹ്. കാരണം ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുസ്ലിങ്ങളിൽ മറ്റു ചിലരെടുത്ത് പറയുന്നുണ്ട് അല്ലെ, നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോണ്ട, മരിച്ചു പോകും. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ നിന്നോളാൻ പറയും, യുദ്ധത്തിന് വേണ്ടി പോണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് സൂറത്ത് ആൽ ഇംറാനിൽ ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട് അല്ലെ, അല്ലദീന ഖാലു ലിഇഖ്വാനിഹിം വഖഅദു ലൗ അതാഉന മാ ഖുതിലു. യുദ്ധത്തിന് പോകാതെ വീട്ടിലിരിക്കുകയും യുദ്ധത്തിന് പോയ സഹോദരങ്ങളെ പറ്റി ഞങ്ങളുടെ വാക്ക് സ്വീകരിച്ചിരുന്നെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തവരാണ് അവർ. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കപടന്മാർ, മുനാഫിഖുകൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പോയിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപകടവും വരുമായിരുന്നില്ല എന്ന് പറയാണ്. അപ്പം പോയത് കൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നം വന്നത്. അപ്പൊ അതേപോലെ നമ്മളൊക്കെ ജീവിതത്തിൽ അല്ലെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞ, നിർബന്ധമാക്കിയിട്ടില്ല, പ്രത്യേകിച്ച് ദീൻ സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ദീനിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളടുത്ത് നമ്മൾ തന്നെയും അല്ലെ, നമ്മളോട് തന്നെ പറയും, അത് ചെയ്താൽ അങ്ങനെ ആവും, ഇത് ചെയ്താൽ ഇങ്ങനെ ആവും. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളടുത്ത് ഉപദേശിക്കും, ആ കോഴ്സിന് വേണ്ടി പോകല്ലേ, അത് പഠിക്കാൻ നിൽക്കല്ലേ, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ പോലെ, അല്ലെങ്കിൽ ആ കോർഡിനേഷൻ വർക്ക് ഒന്ന് ഏറ്റെടുക്കല്ലേ, അല്ലെങ്കിൽ ആ ചാരിറ്റി ഡ്രൈവിന് പോകല്ലേ അല്ലെ. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ നഫ്സ് തന്നെ നമ്മളോട് പറയും, കാരണം ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യവും അവതാളത്തിലാവും. നമ്മളെ വീട്ടിലെ പണിയും ഒന്നും നടക്കൂല, ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലെ, മക്കളെ പഠനം അവിടെ ആയി പോവും, അല്ലെങ്കിൽ കുടുംബത്തിനെ നോക്കാൻ പറ്റില്ല. ഇങ്ങനെ പല പല കാരണങ്ങളും നമ്മൾ തന്നെ കണ്ടെത്തും. അത് പെർഫെക്റ്റ് ആവില്ല, ഇത് പെർഫെക്റ്റ് ആവില്ല, അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ആൾക്കാർ പറയുകയും ചെയ്യും, നീ അതിന്റെ പിന്നാലെ പോയിട്ട് ഇതിങ്ങനെ ആയിപ്പോവും, ഇത് ഭയങ്കര കണ്ടില്ലേ പോയിട്ടല്ലേ, കണ്ടില്ലേ അങ്ങനെ പറയില്ലേ, നീ അതിന്റെ പിന്നാലെ പോയിട്ടല്ലേ എന്റെ സമയം പോയത് അല്ലെ, എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, കുട്ടികളെ കാര്യം നോക്കാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷെ അള്ളാഹ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പാണെങ്കിൽ നിങ്ങളിൽ നിന്ന് മരണത്തിനെ തടുത്തു നിർത്ത്. ഈ ആയത്തിൽ എന്താ അള്ളാഹ് പറയുന്നത്, ഖുൽ ഫദ്റഉ അൻ അൻഫുസികുമുൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. എന്നാൽ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്താണ്, നിങ്ങളിൽ നിന്ന് നിങ്ങൾ മരണത്തെ തടുത്തു നിർത്തൂ. മുനാഫിക്കുകളാണ് അവരല്ലേ, അവരുടെ അടുത്ത് അള്ളാഹ് പറയണം, അത്ര നിങ്ങൾക്ക് ഓക്കെ, യുദ്ധത്തിന് പോയാൽ മരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് പോവാണ്ട് ആ മരണത്തിനെ നിങ്ങൾ തടുത്തു നിർത്ത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഇതുപോലെ എന്ത് കാര്യത്തിന് പോകാൻ ഇറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് മറ്റുള്ളവർ പറയും, അതിന് പോലെ ആ കാര്യം പോയ ഇതിന് ഇങ്ങനെ ആവും എന്ന് നമ്മളെ അടുത്ത് നമ്മളും അല്ലെങ്കിൽ മറ്റുള്ളവരും പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ആയത്ത് നമ്മൾ ഓർത്ത് വെക്കുക. അവരൊക്കെ മരിച്ചിട്ടില്ലേ അല്ലെ, ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും മരിച്ചില്ല, ആർക്കെങ്കിലും മരണത്തിനെ തടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീൻ പഠിക്കാനോ പഠിപ്പിക്കാനോ ദീൻ പ്രചരിപ്പിക്കാനോ മറ്റുള്ളവർക്ക് അതായത് ദീനിനെ സംരക്ഷിക്കാനോ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹായങ്ങൾ എത്തിക്കാനോ ഒക്കെ പോകുന്നതിൽ നിന്ന് തടയുന്ന അതല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ
എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഖുറാൻ പഠിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുന്റെ ദീൻ പഠിക്കുമ്പോൾ ഒരുപാട് പഠിക്കുമ്പോൾ പ്രയാസമാവും, നമ്മളെ കുടുംബം അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ, അല്ലെങ്കിൽ സർവീസ് പബ്ലിക്കായിട്ട് സർവീസിന് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ആൾക്കാർക്ക് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവും, എന്തെങ്കിലും വെൽഫെയർ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവും, എന്തെങ്കിലും കോർഡിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ, ഇനി ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇനിഷ്യേറ്റീവിൽ ഒരു ചെറിയൊരു ഭാഗം എന്റെ ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്താൽ നല്ല പ്രശ്നമാവും എന്ന് ചിന്തിച്ചിട്ട് ഞാൻ എന്റെ കാര്യം, എന്റെ നഫ്സ്, എന്റെ വീട്, എന്റെ പഠനം, എന്റെ കുടുംബം, അല്ലെ, എന്റെ സുഖം, എന്റെ ആരോഗ്യം, എന്റെ പൈസ, എന്റെ ഷെഡ്യൂൾ, എന്റെ പാർട്ടികൾ, എന്റെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ വീട് എപ്പോഴും 100% ക്ലീൻ ആണോ? അവരെ കുട്ടികൾ എപ്പോഴും പെർഫെക്റ്റ് അല്ലേ, 100% വെൽ ഡ്രസ്ഡും, അല്ലെ, അല്ലെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും 100-ൽ 100 മാർക്കും, എല്ലാ എടുക്കുന്ന ജോലികളിലും ടോപ്പ് പൊസിഷനിലും ആണോ? അവരുടെ കുടുംബങ്ങളിൽ ഒരു കൺസേണും ഉണ്ടാവാറില്ല, 100% പക്കയായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു കംപ്ലൈന്റും ഇല്ല, ഒരു ഫാമിലി ഇഷ്യൂസ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇതിലൊക്കെ ഒന്നും വരാത്ത ആൾക്കാർ, അവരെ കുടുംബങ്ങൾ അവരിൽ ഭയങ്കര 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ഭാര്യ ഖുറാൻ ക്ലാസ്സിനൊന്നും പോവില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും അവള് പെർഫെക്റ്റ് ആണ്. അതേപോലെ അവളെ കുടുംബം മുഴുവൻ അവളെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന സാഹചര്യമാണോ? ഒരിക്കലും അല്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. 24 മണിക്കൂറും ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് കുടുംബത്തിനെ മാത്രം നോക്കി എടുക്കുന്ന ആൾക്കാരെയും ജീവിതത്തിലും കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. അവരുടെ വീടുകൾ 100% ക്ലീൻ ആൻഡ് നീറ്റ് ഒന്നുമല്ല. അവരെ ഭക്ഷണങ്ങൾ എല്ലാ സമയവും കറക്റ്റായിട്ട് സെറ്റായിട്ട്, കുടുംബം മൊത്തം അവരെ കുറിച്ച് 100% ഹാപ്പി ആയിട്ടൊന്നും അല്ലല്ലേ ഇരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അവരുടെ മക്കൾക്കും പ്രശ്നങ്ങളുണ്ട്, അവരുടെ മക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പഠന സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ഹിദായത്ത് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അവർക്കും ജീവിതത്തിലെ ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അള്ളാന്റെ മാർഗത്തിൽ പോയാലും നിങ്ങൾ സഫർ ചെയ്യുന്ന പറയുന്നതിൽ ഒരു ശരിയുമില്ല, അല്ലെ? സഫറിങ് എന്തായാലും വരും, പ്രയാസം എന്തായാലും വരും. കാരണം അള്ളാഹു വലനബ്ലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പല 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 രീതികളിൽ നമ്മളെ പരീക്ഷിക്കും. എന്ത് സാഹചര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്ന ആ സാഹചര്യത്തിന് പറ്റിയ രീതിയിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. പ്രയാസങ്ങൾ വരും. അപ്പം ഏറ്റവും ബെസ്റ്റ് അള്ളാന്റെ മാർഗത്തിലുള്ള പ്രയാസം അനുഭവിക്കലല്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലേ? പ്രയാസങ്ങൾ എന്തായാലും ജീവിതത്തിൽ വരും, ആരോഗ്യ പ്രശ്നങ്ങൾ വരും, അല്ലെ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരും, കുടുംബ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് അള്ളാന്റെ മാർഗത്തിൽ അനുഭവിക്കലല്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലെ? അതിന് നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു ഉറപ്പ് വെച്ചിട്ടില്ലേ? എന്നാൽ നമ്മൾ ഈ ഇതിൽ നിന്നൊക്കെ മാറി അള്ളാന്റെ ദീനിനെ പരിപോഷിപ്പിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ചെയ്യാണ്ട്, എന്റെ വീട്, എന്റെ കുടുംബം, ഞാൻ പഠിച്ചിട്ട് ഞാൻ മാത്രം നന്നാവട്ടെ, ഞാൻ പഠിച്ചിട്ട് എന്റെ നിസ്കാരം നന്നായിട്ട്, എന്റെ കുട്ടികൾ നന്നായിട്ട്, പിന്നെ നാളെ സമയം ഉണ്ടെങ്കിൽ ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അല്ലെ? പലപ്പോഴും പലരെയും പല കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി, എന്റെ മെയിൻ ഉദ്ദേശം ആദ്യം ഞാനൊന്ന് നന്നാവട്ടെ. ഈ ഞാൻ എപ്പോഴാണ് നന്നായി കഴിയാ? ഈ നന്നായി കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ദുനിയാവിൽ പറ്റിയിട്ടുണ്ടോ? അത് ഞാനൊന്ന് നന്നാവട്ടെ, എന്നിട്ട് എന്നെ കണ്ട് എന്റെ കുടുംബം നന്നാവട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിലേക്കെങ്കിലും ഇറങ്ങാന്നല്ലേ? ആരാ 100% നന്നായിട്ടുള്ളത്? ആക്ച്വലി ഈ പ്രോസസ്സിൽ ഇറങ്ങുമ്പോൾ നന്നാവുന്ന പോലെ നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നാവാൻ പറ്റൂല കേട്ടോ. നമ്മൾ പലതവണ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ് പറയാണ്, നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി സേഫ് ആയിട്ട് വീട്ടിൽ ഇരുന്ന് വെച്ചിട്ട് കാര്യങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊന്നും ഉറപ്പ് തരാൻ പറ്റൂല. കാരണം യുദ്ധത്തിന് പോവാത്തവര്, അല്ലെ, യുദ്ധത്തിനെ പേടിച്ച് ഓടി രക്ഷപ്പെട്ടവര് അള്ളാഹു കൊന്നതാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അള്ളാന്റെ മാർഗത്തിലാണെങ്കിലും കണക്കില്ലാത്ത ഭാരമേറിയ റിവാർഡാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? ഭാരമേറിയ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മൾ വീട്ടിലിരുന്ന് വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രം സോൾവ് ചെയ്യുമ്പോഴോ പ്രതിഫലം കിട്ടുന്നില്ല എന്നല്ല പറയുന്നത്. അതിന്റെ കനവും ഇതിന്റെ കനവും എവിടെയാണ്? എന്നാൽ ആ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ ഇറങ്ങുന്നവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഈസിയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ? കാരണം അവരുടെ അള്ളാഹു ആയിട്ടുള്ള കണക്ഷൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ? 2Gന്നും 4Gന്നും 5Gയിലേക്കും 6Gയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും 2Gയിൽ ഇരിക്കുകയാണ്, അല്ലെ? വീടും വീട്ടിന്റെ പ്രശ്നങ്ങളും എന്റെ ആരോഗ്യം, എന്റെ കുടുംബം, എന്റെ കുട്ടികളും. സുബ്ഹാനല്ലാഹ്. അവർക്ക് നമുക്ക് 2Gന്നും 3Gയിലേക്കും 4Gയിലേക്കും ഒന്നും കണക്ഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്ക് അവന്റെ സഹായം എത്തും. സുബ്ഹാനല്ലാഹ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സഹായങ്ങൾ വരും. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഹിദായത്തുകൾ വരും. ഓരോ സ്റ്റെപ്പിലും നമ്മൾ വിചാരിക്കും, അള്ളാഹ് അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്താകും, സ്റ്റക്കായി പോകൂലേ? ആൾക്കാർ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാർ എന്തേ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്റ്റക്കായി പോകില്ല. അപ്പൊ അള്ളാന്റെ ഹിദായത്ത് വരും, അള്ളാന്റെ സഹായം വരും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളിൽ. പുതിയ പുതിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള പുതിയ പുതിയ രീതികളും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ മുമ്പിലേക്ക് ഇട്ടുതരും. അതിനു വേണ്ട നമുക്ക് സഹായിക്കാൻ വേണ്ട ആൾക്കാരെ അള്ളാഹു ഇട്ടുതരും. സുബ്ഹാനല്ലാഹ്. ചിലപ്പം ഒരു പക്ഷെ നമുക്ക് ആ വഴികൾ മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കാം. ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാം. കാരണം അള്ളാഹ് നമ്മളെ ഓൾറെഡി അത് പഠിപ്പിച്ചിട്ടുണ്ടാവും.
അപ്പം അള്ളാഹ് പറയാണ്, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാത്രം ആക്കി അങ്ങോട്ട് പോയ പ്രശ്നമാണെന്ന് വിചാരിച്ചിരിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ടാവും അല്ലെ? ഡിഫിക്കൽട്ടീസ് വരും, പരീക്ഷണങ്ങൾ വരും. പക്ഷെ അതൊന്നും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സമാവരുത്. ഇതൊക്കെ കഴിഞ്ഞിട്ടില്ലേ, എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഒരു കാലത്തും കഴിയൂല. നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും ഒരു കാലത്തും കഴിയില്ല. കാരണം വല നബ്ലു അന്നക്കും, അള്ളാഹ് ഉറപ്പായിട്ട് കടുപ്പത്തിൽ പറഞ്ഞ കാര്യമാ, ല നബ്ലുവ നഖും അല്ലെ? രണ്ടും മൂന്നും സ്ട്രെസ്സാണ് അവിടെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാന്റെ മാർഗത്തിൽ പോകുന്നതിന് ഇതൊന്നും തടസ്സമാവരുത്. നമുക്ക് സത്യമായിട്ടും അൽഹംദുലില്ലാ വാളെടുത്ത് യുദ്ധത്തിന് ഇറങ്ങേണ്ട ആവശ്യമില്ല അല്ലെ? അൽഹംദുലില്ലാ നമുക്ക് മരണം എന്നുള്ള ഒരു സംഭവത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അൽഹംദുലില്ലാ നമ്മുടെ മുമ്പിൽ മാർഗം എന്ത് ചെയ്യുന്ന പകച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേ അല്ല. നമ്മൾ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ ആരും റെഡിയല്ല. കാരണം ഇതൊക്കെ തീരട്ടെ അല്ലെ? ഇതൊക്കെ തീരട്ടെ. ഇതൊന്നും തീരൂല. ഇതൊന്നും തീരൂല എന്ന് മാത്രമല്ല, ഇത് ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. അവിടെ ആവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അള്ളാന്റെ മാർഗത്തിലാവുമ്പോൾ ശരിക്കും നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ് സോൾവ് ചെയ്യാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാട്ടോ. നമ്മൾ ചില ദിവസം ഭയങ്കര ക്ഷീണമുള്ള ദിവസം, അല്ലെങ്കിൽ വിചാരിക്കുന്നത് ഞാൻ നല്ലോണം ഉറങ്ങട്ടെ, നല്ലോണം ഉറങ്ങി അങ്ങോട്ട് എണീറ്റ് കഴിഞ്ഞാൽ നല്ല എനർജി ആയിരിക്കും അല്ലെ? അപ്പം കുറേ കാര്യങ്ങൾ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. പക്ഷെ മിക്കവാറും ഉറങ്ങി എണീറ്റ ദിവസം നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ വേറെ ചില ദിവസങ്ങളിൽ കുഴപ്പമില്ല, എന്ന് കുറച്ചും കൂടി പണി ചെയ്യട്ടെ എന്ന് വിചാരിച്ച ദിവസം ചിലപ്പോൾ നമ്മൾ കുറേ പണികൾ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് നമ്മളെ വീട്ടിൽ മക്കളോ ഭർത്താവൊക്കെ എവിടെയെങ്കിലും പോവാണ്, ഭക്ഷണം ഉണ്ടാക്കണ്ട, ഓക്കെ സുബ്ഹാനല്ലാഹ്, അപ്പം ഒരു ഫുൾ ഡേ ഫ്രീ ആയി, അന്ന് അത് ചെയ്യുക ഇത് ചെയ്യുക മറ്റേത് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ നല്ല റിലാക്സ് ചെയ്തിട്ട് അന്നത്തെ ദിവസം അങ്ങോട്ട് തീർന്നിട്ടുണ്ടാവും. എന്നാൽ ഓരൊക്കെ ഉള്ള ദിവസം ഉണ്ടല്ലോ, നമ്മൾ ഈ പ്ലാൻ ചെയ്ത പണിയും നടക്കും, ഓരോ കാര്യങ്ങൾ ചെയ്യലും നടക്കും. അങ്ങനെ നമ്മളൊക്കെ ജീവിതത്തിലുള്ള അനുഭവം അല്ലേ അതല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുന്നതിനേക്കാളും എല്ലാം കൂടെ ഒരൊറ്റ അടുപ്പിലിട്ട് വേവിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് ശരിക്കും സിമ്പിൾ ആയിട്ട് നമുക്കൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഈ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷെ മനസ്സിലായി എന്ന് വരില്ല. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ ജീവിതം. അന്നത്തെ ദിവസം ചിലപ്പം എല്ലാവരും ഉള്ള ദിവസം നമ്മൾ നിസ്കരിച്ചിട്ടും ഉണ്ടാവും, ഖുർആൻ ഓതിയിട്ടും ഉണ്ടാവും, പഠിച്ചിട്ടും ഉണ്ടാവും, അതിന് പുറമെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും ചെയ്യാനില്ലാത്ത ദിവസം നമ്മൾ ഒന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് തൃപ്തിയും കിട്ടും അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പിശുക്കന്മാരാവണ്ട. അള്ളാഹു നമുക്ക് അത്രയും ജനറോസിറ്റി കാണിക്കുന്നുണ്ടല്ലോ, അത്രയും നമുക്ക് അള്ളാഹുവിന്റെ ഔദാര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ആയത്തിൽ നന്ദി കാണിക്കുന്നതിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ തിരിച്ച് നന്ദി കാണിക്കാൻ പിശുക്കന്മാരായി തീരണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇനി അടുത്ത ആയത്ത്, من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. ആരുണ്ട് അള്ളാഹുവിന് നല്ല കടം കൊടുക്കുന്നവൻ, എന്നാൽ അവന് അതിനെ വളരെ ഇരട്ടികളായി ഇരട്ടിച്ചു അവൻ കൊടുക്കുന്നതാണ്. അള്ളാഹു ചുരുക്കി പിടിക്കുകയും നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു, അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. വാക്കർത്ഥം മൻദ ആരാണ് ഉള്ളത്, അല്ലദീ യുഖരിദു കടം കൊടുക്കുന്നവൻ, ഖാഫ് റ ദാദ്, അല്ലാഹ അള്ളാഹുവിന്, ഖർദൻ കടം, സെയിം റൂട്ട് തന്നെയാണ്, ഖാഫ് റ ദാദ്, ഹസന നല്ലതായ, ഫയുദാഇഫഹു അങ്ങനെ അവൻ അത് ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നു, ദാദ് ഐൻ ഫ, ലഹു അവന്, അദ്ആഫൻ ഇരട്ടികളായിട്ട്, സെയിം റൂട്ട് ദാദ് ഐൻ ഫ, കസീറ ധാരാളം, അള്ളാഹു അള്ളാഹു, യഖ്ബിദു അവൻ ചുരുട്ടി പിടിക്കുന്നു, അതായത് മുറുക്കി ചുരുക്കുന്നു, ഖാഫ് ബ ദാദ്, വയബ്സുതു അവൻ നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു, ബ സീൻ തോ, വ ഇലൈഹി അവങ്കിലേക്ക് തന്നെ, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നു. തഫ്സീർ നോക്കാം. മൻ ദല്ലദി ആരാണത്, അല്ലെങ്കിൽ യാതൊരുവൻ ആരാണത്, യുഖ്രിദുല്ലാഹ അള്ളാഹുവിന് കടം കൊടുക്കുന്നു, ഖർദൻ ഹസന ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നല്ല ഹസനായിട്ടുള്ള കടം, മൻ ആര്, ദ എന്ന് പറഞ്ഞാല് അത്, ദാലിക ഹാദ അതിനകത്തുള്ള ദാന്റെ ഷോർട്ട് ഫോം ആണ് ഈ ദ. ഓക്കെ, അപ്പൊ മൻ ദ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹു ഇസ് ദാറ്റ് ആരാണത്, അല്ലദി യാതൊരുവൻ, യുഖ്രിദുല്ലാഹ അള്ളാഹുവിന് കടം കൊടുക്കുന്നു. എന്ത് കടമാണ്, ഖർദൻ ഹസന ഭംഗിയുള്ള ഏറ്റവും ഹസനായിട്ടുള്ള ഒരു കടം. ഖർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടം. ഖർദ് എന്ന് പറഞ്ഞ വാക്കിന്റെ ലിറ്ററൽ അക്ഷരാർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എന്തെങ്കിലും ഒന്നിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം.
അപ്പൊ നമ്മൾ ശരിക്കും കടം കൊടുക്കുമ്പം നമ്മളുടെ കൈവശം അല്ലെ, നമ്മളെ കയ്യിലിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിന്റെ ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്യാണ്. നമ്മളുടെ ബിലോങ്ങിങ്സിന്റെ ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണ്. അതാണ് ഖർദ്. ഇനി അതായത് നമ്മൾ ഒരു കഷ്ണം അവർക്ക് കൊടുത്തിട്ട് അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാന്നുള്ളത്, അവർക്ക് അത് കുറച്ചു കാലത്തേക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ കൊടുക്കുന്നതിനാണ്. അപ്പൊ മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, അള്ളാഹ്ക്ക് ഭംഗിയുള്ള കടം ആരാണ് കൊടുക്കുക? എന്താണ് ഈ ഖർദൻ ഹസന അല്ലെങ്കിൽ ഭംഗിയുള്ള കടം എന്ന് പറയുന്നത്? ശരിക്കും ആരാ കടം വാങ്ങാ? ആരെങ്കിലും ആവശ്യക്കാരല്ലേ? അവന്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് അവനില്ല എന്നുണ്ടെങ്കിൽ അവൻ ആൾക്കാരുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും കുറച്ച് പൈസ തരോ, എന്റെ ഇന്ന കാര്യം നടക്കാൻ പ്രയാസമാണ് അതുകൊണ്ട്, അല്ലെ? പക്ഷെ ഇവിടെ അള്ളാഹ് പറയാണ് എനിക്ക് നിങ്ങൾ കടം തരുമെന്നല്ലേ. അള്ളാഹ് ആവശ്യക്കാരനാണോ? ഒരിക്കലും അല്ല, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമുക്കിതെല്ലാം, നമുക്കുള്ളതെല്ലാം തന്നത് അള്ളാഹാണ്. അപ്പൊ അള്ളാഹ് എങ്ങനെ ആവശ്യക്കാരനാവാ? അപ്പൊ പിന്നെ എന്താണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? അള്ളാഹ്ക്ക് ഭംഗിയുള്ള ഹസനായിട്ടുള്ള കടം കൊടുക്കുന്നു പറയുമ്പോൾ എന്തിനാണ് അള്ളാഹ്ക്ക് നമ്മളിൽ നിന്ന് കടം? ഓക്കെ, എന്താണ് അള്ളാഹിന്റെ ആവശ്യം അതുകൊണ്ട്? സുബ്ഹാനല്ലാഹ്. നമ്മളെ നാട്ടില് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കച്ചവടക്കാരനുണ്ടെന്നേക്കാം. വർഷങ്ങളായിട്ട് അയാൾ മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇഷ്ടംപോലെ ലാഭം കിട്ടുന്നു, അങ്ങനെ കച്ചവടം ചെയ്യുക, ആൾക്കാരുടെ വിശ്വാസമൊക്കെ പിടിച്ചു പറ്റിയ ഒരാളാണ്. അയാൾ നമ്മളെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ അടുത്ത് കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ടോ? ഒരു 10,000 ലക്ഷക്കണക്കിന് അങ്ങനെ എന്തെങ്കിലും, അപ്പം എനിക്ക് തരുമോ? അപ്പൊ നമ്മള് എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്തിനാ പൈസ അല്ലേ? നിങ്ങൾ ഭയങ്കര റിച്ച് അല്ലേ, നിങ്ങൾക്ക് പൈസന്റെ ഒരു ആവശ്യം, കാരണം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അയാൾ പറയണ നിങ്ങൾ എനിക്ക് തായോ, ഞാനത് ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട് അത് ലാഭമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാം. അപ്പൊ നമുക്കറിയാം ഇയാൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ്, വിശ്വസ്തനുമാണ്. ഓക്കെ, അയാൾ ചെയ്യുന്ന ബിസിനസ്, അയാൾ തൊടുന്നതൊക്കെ പൈസയാക്കി മാറ്റുന്ന മനുഷ്യനാണ്, ഒരു ബർക്കത്തുള്ള ഒരു മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. അയാൾ ചെയ്യുന്നത് അയാൾക്ക് എന്താണ് റിട്ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബെസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ വേഗം ഇതാ എടുത്തോ അല്ലെ, ഇത് വെച്ചോ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ, നിങ്ങൾക്ക് വേണ്ട അത്രയും കാലം, ഞാൻ നാളെ തന്നെ ചോദിക്കൊന്നുമില്ല, ഇതൊരു 5 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം നിങ്ങൾ വെച്ചോ, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ തന്നാൽ മതി, പക്ഷെ നിങ്ങൾ ഇതിൽ ഉണ്ടാക്കുന്ന ലാഭമൊക്കെ എനിക്ക് തരണം അല്ലെ. നമ്മൾ ആ ആളെടുത്താണെങ്കിൽ അങ്ങനെയാ പറയാ. സുബ്ഹാനല്ലാഹ്, എത്ര കൊല്ലം വേണമെങ്കിലും വെച്ചോ. കാരണം അവര് ആവശ്യക്കാരനല്ല, അവര് നമ്മളെ പൈസയും കൊണ്ട് മുങ്ങുന്ന ചരിത്രമുള്ള ആളല്ല, അള്ളാഹു കാക്കട്ടെ, ആമീൻ. അപ്പം അവർ ആക്ച്വലി നമ്മളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് നമുക്കൊരു ഫേവർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇതാ എന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾ പണം വളരും, നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അടുത്ത് കടം ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ ദീനിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുക അല്ലെ, ദീനിന്റെ മാർഗത്തിലെ ഫീ സബീലില്ലാഹ് നിങ്ങൾ ചെലവഴിക്കുക, ഞാൻ നിങ്ങൾക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് തരാം, പെരുപ്പിച്ച് തരാം. സുബ്ഹാനല്ലാഹ്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കുക? പക്ഷെ ആ കടത്തിന് ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്? ഖർദൻ ഹസന, ഭംഗിയുള്ള കടമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് എന്താ പറഞ്ഞത്? ഞാൻ വർദ്ധിപ്പിച്ചു തരാം. എങ്ങനെ? ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ, അള്ളാഹു അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പല മടങ്ങാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് തരും. ആർക്കാ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹം ഇല്ലാത്തത് അല്ലേ? സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും പൈസ ഇങ്ങനെ പെരുപ്പിക്കാൻ താല്പര്യം തന്നെയാണ്. കുറെ കാലമായി അങ്ങനെ അവിടെ കിടക്കുന്നല്ലേ, ഇത്ര പൈസ ഉണ്ട്, അത് ബാങ്കിൽ അങ്ങനെ വെറുതെ കിടക്കുകയാണ്. നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യും, എന്റെ മഹർ ഇതുവരെ തൊട്ടിട്ടില്ല, ഇത്ര പവനുണ്ട്, ഇപ്പോഴത്തെ പൈസ ആണെങ്കിൽ എത്രയോ ഉണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാ ആൾക്കാർക്കും പൈസന്റെ ആവശ്യമില്ലാത്തവരാരുമില്ല. എനിക്ക് ദുനിയാവിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പൈസന്റെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ അത് കുറച്ചും കൂടെ ഒന്ന് അധികമായിരുന്നെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് ദാനം ചെയ്യാനെങ്കിലും അല്ലെ, കുറച്ചും കൂടെ അധികമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ് ഒരു ഓഫർ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് എനിക്ക് കടം തരാൻ തയ്യാറുള്ളത്? നിങ്ങൾ മുന്നോട്ട് വാ, വേഗം വായോ, വൈകിക്കല്ലേ, എന്താണ്, നിങ്ങൾക്ക് അത് ഞാൻ പെരുപ്പിച്ച് തരാം. ഇനി ഈ കടത്തിനെ കുറിച്ച്, അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഈ കടം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ പറയുന്നത്? ഈ കടം കൊടുക്കാന്ന് പറയുന്നത് കൊണ്ട് അള്ളാഹു എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തൊട്ട് മുമ്പേ പറഞ്ഞു. ഇപ്പൊ അള്ളാഹ് പറയണത് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അതിന് അള്ളാഹ് പറഞ്ഞ ഉപയോഗിച്ച വാക്ക് ഖർദ് അല്ലെ. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതും നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാന്റെ ദീനിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ദീനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ദീനിന്റെ വളർച്ചനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ദീനിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ദീനിനെ
ആരെങ്കിലും ശത്രു ഉപദ്രവം വന്നാൽ അതിനെ ചെറുത്ത് നിൽക്കാൻ, ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പ്ലസ് എല്ലാ അള്ളാഹു അനുവദിച്ച സദഖ, അതായത് സക്കാത്ത് സദഖ പോലെയുള്ള ചാരിറ്റി കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, അതായത് അതും നമ്മൾ ഓൾറെഡി സൂറത്തുൽ ബഖറയിൽ പഠിച്ചു അല്ലെ. പാവപ്പെട്ടവർക്ക്, ആവശ്യക്കാർക്ക്, ബന്ധുക്കൾക്ക്, മാതാപിതാക്കൾക്ക്, അങ്ങനെ 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 കുറെ കാറ്റഗറി, യാത്രക്കാരന്, യതീമിന്, മിസ്കീന്, സുബ്ഹാനല്ലാഹ്, അടുത്ത ബന്ധുക്കൾക്ക്, അകന്ന ബന്ധുക്കൾക്ക്, ഇതൊക്കെ നമ്മൾ പല ആയത്തുകളിലായിട്ട് പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പം അള്ളാനെ അനുസരിച്ചു കൊണ്ടുള്ള ചെലവഴിക്കൽ, അതാണ് ഈ ഖർദ് എന്ന് പറയുന്നത്, ഈ കടം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അനുസരണയുടെ ഭാഗമായിട്ടുള്ള ചെലവഴിക്കൽ, അള്ളാഹുവിന്റെ ദീനിനെ പ്രൊമോട്ട് ചെയ്യാൻ, അള്ളാഹുവിന്റെ ദീനിനെ സപ്പോർട്ട് ചെയ്യാൻ, അള്ളാഹുവിന്റെ ദീനിനെ ഡിഫെൻഡ് ചെയ്യാൻ, ഓക്കെ, അതായത് ദീനിനെ പ്രചരിപ്പിക്കാൻ, ദീനിനെ വളർത്താൻ സഹായിക്കാൻ, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കാൻ, പ്ലസ് അള്ളാഹു പറഞ്ഞ മറ്റ് ചെലവഴിക്കൽ കാറ്റഗറീസ് എല്ലാം, മാതാപിതാക്കള്, അടുത്ത ബന്ധുക്കള്, അകന്ന ബന്ധുക്കള്, പാവങ്ങള്, അതായത് മിസ്കീന്, യതീമ്, യാത്രക്കാര്, അയൽവാസികള്, അങ്ങനെ അങ്ങനെയുള്ള കാറ്റഗറീസ് എല്ലാം, ഓക്കെ. അപ്പം അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നത് പോലെയാണ് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും നമ്മൾ ചെലവഴിച്ചാല്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദഖനെ, നമ്മൾ ഈ ചെലവഴിക്കലിനെ കടം എന്ന് വിളിക്കുന്നത്? വേറെ എന്തൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു അല്ലെ? ഖർദ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ശരിക്കും കടം എന്ന് പറഞ്ഞാൽ എന്താ? കടം എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് മണി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒരു സാധനം. മണി പൈസ തന്നെ ആയിക്കൊള്ളുന്നില്ല, എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒരു സാധനം, അത് ആർക്കെങ്കിലും കൊടുക്കുക നമ്മള്. പക്ഷെ ആ കൊടുക്കൽ എങ്ങനെയാണ്? കലാകാലമാണോ? അല്ല അല്ലെ. കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടൈം ഉണ്ട്, ഒരു ഫിക്സഡ് ടൈം ഉണ്ട്, ഇത്ര സമയത്തേക്ക്, അത് കഴിഞ്ഞാൽ തിരിച്ചു തരണം അല്ലെ. നമ്മളിപ്പോ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചോ, ആ ഗിഫ്റ്റ് തിരിച്ചു തരും എന്നുള്ള കണ്ടീഷനിലാണോ കൊടുക്കുക? അല്ല, ഗിഫ്റ്റ് കൊടുത്താ അത് കൊടുത്ത്, അത്രയേ ഉള്ളൂ. ഈവൻ നമ്മളൊരു ഡൊണേഷൻ, ഇപ്പൊ ഒരു യതീംഖാന വന്ന് ഡൊണേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് 5 മാസം കഴിഞ്ഞാൽ അവരോട് തിരിച്ചു വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ചെയ്യുക? അല്ല. പക്ഷെ നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ എന്താണ്, ഇത് ഇത്ര പൈസ ഞാൻ തരുന്നുണ്ട്, ഇവിടെ എഴുതിക്കോ, ഇവിടെ എഴുതിക്കോ, അവിടെ ഒപ്പിട്ടോ, ഇവിടെ ഒപ്പിട്ടോ, ഈ ഡേറ്റിനുള്ളിൽ നിങ്ങൾ തിരിച്ചു തരണം അല്ലേ, അതാണ് കടം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ് പറയാണ്, നിങ്ങൾ എന്റെ വഴിയിൽ ചെലവഴിക്കുന്നതിന് ഇതാ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രോമിസ് നിങ്ങൾക്ക് തരാണ്, നിങ്ങൾ തന്നത് നിങ്ങൾക്ക് തിരിച്ചു തരും, ഉറപ്പായിട്ടും തിരിച്ചു തരും. അപ്പം മറ്റു ചെലവഴിക്കലുകളിൽ നിന്നുള്ള വ്യത്യാസം, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ എന്താണ്, അത് തിരിച്ചു തരും, അത് നഷ്ടപ്പെട്ടതല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കടായിട്ടാണ് വാങ്ങുന്നത്. എങ്ങനെയാ അള്ളാഹ് തിരിച്ചു തരാ? ദുനിയാവില് തരും, ചിലപ്പോ ദുനിയാവിലും ആഖിറത്തിലും തരും, ചിലപ്പോൾ ദുനിയാവ് തരാതെ ആഖിറത്തിൽ തരും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സുബ്ഹാനല്ലാഹ് അതേപോലെയുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായത് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എല്ലാവർക്കും സുബ്ഹാനല്ലാഹ് അത്ഭുതകരമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കണം. പക്ഷെ അത് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ചിലർക്കെങ്കിലും അതൊരു ഇൻസൈറ്റ് ആവുകയും ചെയ്യും. അൽഹംദുലില്ലാഹ്. അപ്പം ചിലപ്പോൾ അള്ളാഹു പെട്ടെന്ന് തന്നെ തിരിച്ചു തരും. എന്തായാലും അള്ളാഹ് തിരിച്ചു തരുന്ന ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് ഖർദ്, ഈ ചെലവഴിക്കൽ എന്തായത്, കടമായത് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹ്ക്ക് നമ്മുടെ പൈസ ഒന്നും ആവശ്യമില്ല. അള്ളാഹു നമ്മളോട് ചെലവഴിക്കാൻ പറയുന്നതിലൂടെ നമുക്ക് എന്താണ്, ഒരു ഫേവർ തരികയാണ് അല്ലെ. ഇതാ നിങ്ങൾക്ക് ഞാൻ ഒരു അവസരം തന്നിരിക്കുന്നു, ചെലവഴിച്ചോ. നമ്മളിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞ ആ ഒരു നാട്ടിലെ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാന്റെ കാര്യം അല്ലെ. നമ്മളോട് പറയാം, നിങ്ങൾ ഇതാ കുറച്ച് പൈസ ഇട്ടോ, നിങ്ങളെ പൈസ എന്താണ് ഞാൻ ലാഭമായിട്ട് തരാം. അയാൾ ആക്ച്വലി നമുക്കൊരു അവസരം തരാണ് അല്ലെ, നമ്മളെ ഉപയോഗിക്കല്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അയാൾ എന്തോ ലാഭം, അയാൾക്ക് നമ്മളെ കിട്ടിയേ ലാഭം ഉണ്ടാവുള്ളൂ എന്നുള്ള അവസ്ഥയില്ല. അയാൾ ഒരു ഇഹ്സാൻ ചെയ്യുക. കാരണം അയാൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ട്രസ്റ്റും പേരും ഒക്കെ കാരണം എത്രയോ ആൾക്കാർ അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കും. പക്ഷെ അയാൾ നമ്മളടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ നമുക്ക് തന്ന ഒരു ഫേവറാണ്. കാരണം ഇയാൾക്ക് ഇത് വലിയ പ്രയാസമൊന്നുമില്ല വേറൊരാളുടെ അടുത്തൊന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടാന്നുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് നമ്മളടുത്ത് ഒരു ഔദാര്യം കാണിക്കാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ഔദാര്യം കാണിക്കാണ്. എന്തുതാ, നിങ്ങൾ ചെലവഴിച്ചോ അള്ളാഹിന്റെ മാർഗത്തിലേക്ക്. അള്ളാഹ് തരുന്ന വലിയൊരു ഫേവറാണിത് നമുക്ക് അല്ലെ. അപ്പം മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, ആരാണ് അള്ളാഹ്ക്ക് ഭംഗിയുള്ള ഹസനായിട്ടുള്ള ഒരു ലോൺ കൊടുക്കുക, അത് കടാണ്, അത് നിങ്ങൾക്ക് തിരിച്ചു തരും, ഗ്യാരണ്ടീഡ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഖർദൻ ഹസന എന്ന് പറയുമ്പം എന്തെങ്കിലും കൊടുക്കലല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്റെ കയ്യിലുള്ള കുറച്ച് മോശപ്പെട്ട ഡ്രസ്സ് ഉണ്ട്, അതങ്ങ് കൊടുത്തേക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് പലിശന്റെ പൈസ ബാങ്കിൽ ഇരിക്കുന്നുണ്ട്, അത് കൊടുക്കട്ടെ, അതല്ല അല്ലെ. ഖർദൻ ഹസന, അള്ളാഹ് കൊടുക്കുന്ന, അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത് അത് ഖർദൻ ഹസന ആവണമെങ്കിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, ചില റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം. അതെന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഇഖ്ലാസുൻ നിയ്യ അല്ലെ. നമ്മളുടെ നീയത്ത് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. അതായത് കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ.
ഓ അയാൾ ഇത്ര പൈസ ഇന്ന സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവരുത്. നെയ്യത്ത് പ്യുവർ ആയിരിക്കണം. കാരണം പ്യുവർ ആയിട്ടുള്ള നെയ്യത്തോട് അല്ല ചെയ്യുന്നെങ്കിൽ അതിനൊരിക്കലും ഹസൻ എന്ന് വിളിക്കാൻ പറ്റില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ അതിനെ ഹസൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ബ്യൂട്ടിഫുൾ അല്ല, അല്ലെ? അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള തെറ്റായ ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ളതാണ്. ഒരു ഹദീസിനകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഹദീസ് ഖുദ്സിയിൽ വന്നിട്ടുള്ള ഹദീസാണ്. അതിനകത്ത് അള്ളാഹ് പറയുന്നുണ്ട്, ഞാൻ എന്താണ്, എനിക്ക് യാതൊരു ആവശ്യങ്ങളും ഇല്ല, അല്ലെ? അള്ളാഹു ഇൻഡിപെൻഡന്റ് ആണ്. അള്ളാഹ്ക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. സുബ്ഹാനല്ലാഹ്. അവന അശ്ശുറക്കായി അൻ ഷിർക്ക്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് യാതൊരു പങ്കുകാരന്റെയും ആവശ്യമില്ല. മൻ അമില അമലൻ അഷ്റക മഇ ഗൈരി തറക്തുഹു വശിർക്കുഹു. അപ്പം ആര് ഒരു അമല് ചെയ്യുന്നോ അത് എനിക്കും മറ്റൊരാൾക്കും കൂടെ വേണ്ടിയിട്ട്, ഓക്കെ, എന്നോട് വേറെ എന്തിനെങ്കിലും പങ്ക് ചേർത്തിട്ട് ആര് അമല് ചെയ്യുന്നോ തറക്തുഹു, അതിനെ ഞാൻ ഉപേക്ഷിച്ച് കളയും. അതെന്താണ്? വഷിർക്കഹു, അത് ഷിർക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആര് അള്ളാഹിനെയും മറ്റൊരാളെയും കൂടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട്, അല്ലെ, അവര് കാണുകയും കൂടെ ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവരിതിന്റെ പേരിൽ എന്നെ പ്രശംസിക്കുകയും കൂടെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ കൂടെ ആര് പങ്ക് ചേർത്തുകൊണ്ട് അമല് ചെയ്യുന്നുവോ അതിനെ ഞാൻ അങ്ങ് ഉപേക്ഷിച്ച് കളയും. അള്ളാഹ്ക്ക് അത് വേണ്ട. കാരണം അള്ളാഹ്ക്ക് ആവശ്യമില്ല സത്യം പറയണെങ്കിൽ ഇതിന്റെ ഒന്നും, അല്ലെ? അള്ളാഹു എന്താണ്? അവന, ഞാൻ അവനാണ്, എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തതിനെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളൂ. ഇപ്പം ഒരു ഉദാഹരണം, ഈ കാര്യം പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് ടീച്ചറെ അടുത്ത് ചോദിച്ചാണ്, നമ്മളെ ബന്ധുക്കൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുമ്പം പലപ്പോഴും അത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെ? അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം അത് അവരുടെയും കൂടെ, അല്ലെ, അവർക്കും കൂടെ വേണ്ടിയിട്ട് ആയി പോകുമ്പോൾ അത് ഷിർക്കായി പോവോ എന്ന് ആരോ ചോദിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. സ്വാഭാവികമായും നമ്മൾ കൊടുക്കുമ്പം, ഏതൊരാൾക്ക് കൊടുക്കുമ്പോഴും അത് അവർക്ക് ആവശ്യമുള്ള സാധനം, അവർക്ക് ഇഷ്ടമുള്ള സാധനവും ആയിരിക്കണം. പക്ഷെ നീയത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം, അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്നുള്ളതായിരിക്കുക. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് എന്നുള്ളതല്ല. അവർക്ക് എപ്പോഴും എന്ത് കൊടുക്കുമ്പോഴും നമ്മൾ വാങ്ങുന്ന ആൾക്ക് ആവശ്യമുള്ളതായിരിക്കണം. അല്ലാതെ എനിക്ക് എന്താ നല്ലതെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനം ആയിക്കോണമെന്നില്ല. അവർക്കും അതുകൊണ്ട് ഗുണം ഉണ്ടായിരിക്കണം, അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. സുബ്ഹാനല്ലാഹ്. അവരുടെ കാര്യങ്ങൾക്ക് ഇപ്പം എന്തും നമ്മളിപ്പം ഒരു അപായം മാത്രം ഇടുന്ന ആൾക്ക് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു സാരി വാങ്ങിക്കൊടുക്കുക, അവർക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല, അല്ലെ? അപ്പം അതുപോലെ നമ്മൾ ചിന്തിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ചിന്തിച്ച് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശിർക്കാവൂല. പകരം അള്ളാന്റെ തൃപ്തി അല്ലാണ്ട് അവരെന്നെ കുറിച്ച് നല്ലത് വിചാരിക്കട്ടെ, അവരെന്നെ പ്രശംസിക്കട്ടെ, എന്നെ കൊണ്ട് നാലാളോട് പറയട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഷിർക്ക് വന്നു, അവിടെ ഇഖ്ലാസ് മാറി. അപ്പൊ ഖർദൻ ഹസനന്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇഖ്ലാസുൻ നിയ്യ. അടുത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ അത് ശരിയായ രീതിയിൽ ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓക്കെ, കൊടുക്കുക എന്നുള്ളത്. അപ്പം അള്ളാഹ്, അല്ലെ, നല്ലോണം ചെലവഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹിന്റെ മാർഗത്തില്. നമ്മളെ സ്വന്തം നോക്കാനും, ശരിക്കും അത് നമ്മളെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്, നമ്മളെ സ്വന്തം ആവശ്യങ്ങൾ നോക്കാന്നുള്ളത്. അപ്പൊ ഞാൻ ഏറ്റവും ഒരു 1.5 ലക്ഷത്തിന്റെ ഒരു ഷൂ ഉണ്ട് കിട്ടാൻ, പുതിയ മോഡേൺ ട്രെൻഡാണ്, അത് അങ്ങോട്ട് വാങ്ങിക്കളയട്ടെ. കാരണം എന്നെ നോക്കലും ഒരു ഉത്തരവാദിത്തമാണല്ലോ, ഞാൻ ആ ചെലവഴിക്കലും ഖർദൻ ഹസനാണല്ലോ, അത് അള്ളാഹ്ക്കാ ഞാൻ കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള വഴികളൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ട. ഓക്കെ, ശരിയാണ്, നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കണം. അത് നമുക്ക് നമ്മളെ മേലെ ചെലവഴിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ മേലെ ചെലവഴിക്കലൊക്കെ നമ്മൾ ഉത്തരവാദിത്തത്തിൽ പെട്ടതും സദഖയും ഒക്കെ ആവുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. പക്ഷേ അവിടെ നമ്മൾ അനാവശ്യത്തിലേക്ക് പോയിട്ട് അത് ഖർദൻ ഹസനാന്ന് നമ്മൾ അവകാശപ്പെടാൻ പറ്റില്ല. നമ്മളെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി മറ്റുള്ളവർക്ക് ചെലവഴിച്ച്, ഓക്കെ, മറ്റുള്ളവരുടെ ചാരിറ്റിയും കൂടെ കൊടുത്തുകൊണ്ട്, നമ്മൾ പുറത്തുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ട് നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റലാണെങ്കിൽ അൽഹംദുലില്ലാഹ്. പക്ഷെ ഇത് ഓക്കെ ഖർദൻ ഹസനാക്കി കളയാം, ഏറ്റവും ബെസ്റ്റ് തന്നെ എനിക്ക് അങ്ങോട്ട് വാങ്ങിക്കളയാന്ന് വിചാരിച്ചിട്ട് അത് ഖർദൻ ഹസനാന്ന് വിചാരിക്കുന്നത് ഒരു വിഡ്ഢിത്തമാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ചെലവഴിക്കാൻ നോക്കാം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട്, ദീനിന്റെ മാർഗത്തിൽ, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞ ആളുകൾക്ക് ആ രീതിയിൽ ചെലവഴിക്കുക. ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, ആവശ്യക്കാർക്ക് എന്താണോ, ഫുഡാണെങ്കിൽ ഫുഡ്, പൈസ ആണെങ്കിൽ പൈസ, വസ്ത്രമാണെങ്കിൽ വസ്ത്രം, മിസ്കീന്, യതീമ, അത് നമ്മൾ ഇതിനെ കുറിച്ച് കുറെ കാറ്റഗറീസ് ഒക്കെ നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സന്തോഷമായിട്ട്, വില്ലിങ് ആയിട്ട്, അതായത് തൃപ്തിയോട് കൂടി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ആര് നിർബന്ധിച്ചതിന്റെ പേരിൽ കൊടുക്കലല്ല. ഇപ്പം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം, നമ്മളെ വീട്ടില് ഇപ്പം ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വരാന്ന് വെച്ചോ, ഓ അന്ന്
ഒരു ഇനിയിപ്പൊ അതൊക്കെ കൊടുക്കണ്ടേ അല്ലെ, അന്ന് അവിടെ പോയപ്പോ ഓരെന്തൊക്കെയോ തന്നെ ഇപ്പൊ പകരം കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നു കൊടുക്കുന്നു. അവിടെ നമ്മളെ തൃപ്തിയില്ല അല്ലെ, ഇത് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്തോ ഒരു നിർബന്ധം, ആരോ നമ്മൾ അതില്ലെങ്കിൽ അടിച്ചു കൊല്ലും എന്നൊക്കെ വിചാരിച്ച് കൊടുക്കുന്നത് പോലെയാണ്. പക്ഷെ നമ്മൾ ആ സന്തോഷത്തോടു കൂടി, അതൊരു ബ്രെഡും ജാമും ആണെങ്കിലും അല്ലെ, സന്തോഷത്തോടു കൂടി പ്രിപ്പയർ ചെയ്ത് അവരുടെ സന്തോഷമായിട്ട് സംസാരിച്ച് അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച്, അത് വേറെ തന്നെയാണ്. അത് നമ്മൾ തൃപ്തിയോട് കൂടി വില്ലിങ് ആയിട്ട് കൊടുക്കുന്നത്. മറ്റേത് എന്റെ പണി അങ്ങോട്ട് തീർക്കുക അല്ലെ, ആ ഒരു നമ്മളെ വീട്ടുകാർക്ക് തന്നെ, നമ്മളെ വീട്ടിലുള്ളവർക്ക് തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, എത്ര സമയം അതിന് മേലെ നമ്മൾ ചെലവഴിക്കുന്നത്, വേസ്റ്റ് ആക്കുന്നത് എന്ന് വിചാരിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഖർദൻ ഹസനില് പെടൂല. സുബ്ഹാനല്ലാഹ്. അപ്പം സന്തോഷമായിട്ട് തൃപ്തിയായിട്ട് ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി അതൊരു ഭാരമായിട്ട് കണക്കാക്കാതെ ഹൃദയം ഇൻവോൾവ് ചെയ്യാതെ ചെയ്യുമ്പം അത് എന്താണ്, ഈ അതായത് ഹൃദയം ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് ഖർദൻ ഹസന ആവുന്നത്. അപ്പം ഇന്റൻഷൻ, നീയത്ത് പോലെ തന്നെ നമ്മളെ ഹൃദയത്തിന്റെ സന്തോഷം, ഹൃദയത്തിന്റെ തൃപ്തിയും മാറ്റേഴ്സ് ഖർദൻ ഹസന ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ പലരും ഇതൊരു ടാക്സ് പോലെ, ഇത് പിടിച്ചു പറയും. ശരിക്കും ടാക്സ്, ഒരു നാട്ടിൽ ടാക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടമല്ല അല്ലെ, പിടിച്ചു പറിക്കുന്ന പൈസയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതേപോലെ സക്കാത്ത് കൊടുക്കുന്ന ആളുകളുണ്ട്, ഉള്ള പൈസയിൽ നിന്ന് 2.5% ഇനിയിപ്പോ എടുത്ത് കൊടുക്കണം, നമ്മളെ പൈസ ശരിക്കും നഷ്ടപ്പെടുകയാണ് അല്ലെ, ഉള്ളതിൽ നിന്ന് കുറയുന്നത് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഖർദൻ ഹസന ആവില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ സന്തോഷത്തോടു കൂടിയല്ല ചെലവഴിക്കുന്നതെങ്കിൽ. അപ്പോൾ ഹൃദയത്തിന്റെ തൃപ്തിയോടുകൂടി അത് കൊടുക്കുക. നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരുമ്പോഴും അല്ലെ, നല്ല പുഞ്ചിരിയോട് കൂടി ഒരു കുഞ്ഞ് ഗിഫ്റ്റ്, അത് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി തന്ന എത്ര കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ വേറെ ചിലതുണ്ടാവും, ഒരു കൊണ്ടേ തന്നത് കണ്ടാൽ തന്നെ എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു കൊടുത്താൽ മതി എന്ന് തോന്നിപ്പോവും അല്ലെ. സുബ്ഹാനല്ലാഹ്. എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു കൊടുത്തിട്ട് ആ ബാധ്യത അങ്ങോട്ട് ഒഴിവാക്കണം എന്ന്. അപ്പൊ നമ്മൾ വെറുതെ ഒരു ഗ്ലാസ് വെള്ളം എവിടെയെങ്കിലും ചെന്നിട്ട് ഒരാൾ തരുമ്പോൾ സന്തോഷത്തോടു കൂടി തരുമ്പോൾ ഓക്കെ, വേറൊരാള് ഇതിപ്പോ എത്രാമത്തെ ഗ്ലാസ് വെള്ള, എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, നീ എനിക്ക് വെള്ളം തരണ്ട നമ്മൾ പറയൂ അല്ലെ. അപ്പം ആ ഒരു എന്താ പറയാ, മനസ്സിന്റെ തൃപ്തി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ പ്രത്യക്ഷമായിട്ട് അള്ളാഹിനെ അനുസരിച്ചതുകൊണ്ട് കാര്യമില്ല അല്ലെ, പരോക്ഷമായിട്ട് ഹൃദയത്തിലും അത് ഉണ്ടായിരിക്കണം. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്നത് ഹലാലായിട്ടുള്ള സമ്പത്തിൽ നിന്നായിരിക്കണം. ഓക്കെ, പ്യുവർ ആയിട്ടുള്ള അശുദ്ധമാകാത്ത സമ്പത്തിൽ നിന്നായിരിക്കണം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം ഉണ്ടായിരുന്നു, ബാങ്കിൽ കുറച്ച് പലിശയുണ്ട്, അത് കൊടുത്തിട്ട് അതെടുത്ത് പള്ളി പണിയാൻ അങ്ങോട്ട് കൊടുത്തേക്കാം. സുബ്ഹാനല്ലാഹ്. ശരിയാണ്, പള്ളി പണി, അത് പബ്ലിക് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും പലിശയുടെ പൈസ യൂസ് ചെയ്യാന്ന് ഫത്വയുണ്ട്. പക്ഷേ ഞാനിതേ കൊടുക്കുന്നുള്ളൂ, എൻ്റെ അടുത്ത് അശുദ്ധമായ പൈസകളെ ഞാൻ സക്കാത്തും സദക്കയൊക്കെ കൊടുക്കുള്ളൂ, ശുദ്ധമായതൊക്കെ എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ളതാന്ന് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഖർദൻ ഹസന ആവൂല. ഓക്കെ, കൊടുക്കാം, അനുവദനീയമായ പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഖർദൻ ഹസന ആവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഡൊണേഷൻ അല്ലെങ്കിൽ സദഖ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഹലാലായിട്ടുള്ള പൈസയിൽ നിന്ന് ആയിരിക്കണം, അപ്പോഴാണ് അത് ഖർദൻ ഹസന ആവുന്നത്. അല്ലെങ്കിൽ വിചാരിക്കുക, ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ട് അത് കിട്ടിയാൽ ഞാനിതാ 1 കോടി പള്ളിക്ക് അങ്ങോട്ട് കൊടുത്തേക്കും. സുബ്ഹാനല്ലാഹ്. ഇതൊന്നും ഖർദൻ ഹസന ആവില്ല അല്ലെ. നമ്മൾ സമ്പാദിച്ച ഹലാലായ പൈസയിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് അത് ഖർദൻ ഹസന ആവുന്നത്. അതാണ് അള്ളാഹിന്റെ മാർഗത്തിൽ. കാരണം നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ്, യാ അയ്യുഹന്നാസു ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല ത്വയ്യിബാണ്, അതുകൊണ്ട് അവൻ ത്വയ്യിബ് അല്ലാത്തതൊന്നും ഖുബൂൽ ചെയ്യൂല, അവൻ സ്വീകരിക്കൂല. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ, പലിശ പൈസയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് പ്രതിഫലം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പോലും കൊടുക്കരുത്. അത് ശരിക്കും നമ്മൾ ഒഴിവാക്കി ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ അള്ളാഹു ത്വയ്യിബാണ്, അവൻ ത്വയ്യിബ് അല്ലാത്തതൊന്നും സ്വീകരിക്കൂല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് വളരെ പ്യുവർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ആരെങ്കിലും ഒരു ബോട്ടിൽ വൈന് ഗിഫ്റ്റ് ആയിട്ട് തരാന്ന് വെച്ചോ, സുബ്ഹാനല്ലാഹ്, അത് അവരിങ്ങനെ പറയുന്നത് ഭയങ്കര പ്രിഷ്യസ് ആണ്, എത്രയോ കൊല്ലങ്ങൾ വെച്ചതാണ്, നമ്മൾ എന്താ പറയാ, വേണ്ട കേട്ടോ, സോറി ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ തന്നെ വെച്ചോ. ഇനി എത്ര പൈസ കൊടുത്തിട്ട് 10,000 കൊടുത്ത് നിങ്ങൾ വാങ്ങുകയാണെങ്കിലും, കാരണം നമ്മൾ എന്താ ത്വയ്യിബ് മാത്രമേ സ്വീകരിക്കുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ത്വയ്യിബ് അല്ല കേട്ടോ, ലെവലല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് ചില കാര്യങ്ങൾ മാത്രമേ വർക്ക് ആവുള്ളൂ, അതേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അപ്പം അള്ളാഹ്ക്ക് കൊടുക്കുമ്പോൾ ത്വയ്യിബായിട്ടുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളൊക്കെ തന്നെ ചിലപ്പം ചിലരുണ്ടാവും, ഇന്ന ടൈപ്പ് ഡ്രസ്സേ ഇടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് അബായേ ഇടുള്ളൂ, ഇന്ന ടൈപ്പ് ഷോളേ ഇടുള്ളൂ. അപ്പം അതല്ലാത്തത് ഒരാൾ തന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി പറയും, സോറി കേട്ടോ, ഇത് ഞാൻ ഉപയോഗിക്കൂല കേട്ടോ, ഇത് അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വെച്ചോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ വളരെ ചൂസിയാണ്, നമ്മൾ ഇതേ ചെയ്യുള്ളൂ. അപ്പൊ അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭയങ്കര ചൂസി, അള്ളാഹ്ക്ക് ത്വയ്യിബ് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതല്ലാത്തതൊന്നും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഖർദൻ ഹസന എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലെ. അത് ആ കാറ്റഗറിയിൽ അത് പെടൂല. പക്ഷെ ചില സമയത്ത് ചില കാര്യങ്ങൾ അനുവദനീയതയിൽ പെടുന്നുണ്ടാവും, അത് നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ,
ഇനി വേറൊരു എക്സാമ്പിൾ, കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സിന്, ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇനി. നമ്മൾ പലപ്പോഴും പല ഇല്ലീഗൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുണ്ട്. ചില ആപ്പുകൾ, അല്ലെങ്കിൽ ഇപ്പം ലാപ്ടോപ്പിലാണെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്ട്സ് ഒക്കെ, അത് ശരിക്കും നമ്മൾ പർച്ചേസ് ചെയ്തതോ അതായത് ലീഗൽ ആയിട്ടുള്ളതോ ആയിരിക്കില്ല. എങ്ങനെയെങ്കിലും ഒരു പൈറേറ്റഡ് വേർഷൻ, ഒരു എന്താ പറയുക ഫേക്ക് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അതങ്ങോട്ട് ഉപയോഗിക്കുക നമ്മൾ എന്തിന്, ഇസ്ലാമിക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, അത് ത്വയ്യിബാവോ? അത് ഖർദൻ ഹസനാവോ? ഇല്ലല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു കട്ട സോഫ്റ്റ്വെയറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ത്വയ്യിബാവൂല. നമ്മൾ ചെയ്യുന്ന എല്ലാ പണീന്റെയും ഫൗണ്ടേഷൻ എന്തായി പോയി, ഹറാമായി പോയി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ത്വയ്യിബായിട്ടുള്ളത് മാത്രമേ സ്വീകരിക്കുള്ളൂ. ഇനി ചില കോഴ്സുകൾ നമ്മൾ എൻറോൾ ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. ഓക്കെ, ഇപ്പം ഏതെങ്കിലും ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യാണ്, പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരാൾ പൈസ കൊടുത്തിട്ട് കുടുംബത്തിലുള്ള എല്ലാവരും ആ പൈസയിൽ അങ്ങോട്ട് ഈ ക്ലാസ് കേൾക്കാണ്. സുബ്ഹാനല്ലാഹ്. സെയിം പേയ്മെന്റ് ഉപയോഗിച്ചിട്ട് അത് ത്വയ്യിബാവോ? ത്വയ്യിബാവില്ലട്ടാ അല്ലേ. കാരണം നമ്മൾ പറയാം, ഒരല്ലെങ്കിൽ ആ അക്കാഡമി അല്ലെങ്കിൽ ഭയങ്കര റിച്ച് അല്ലെങ്കിൽ നീ എന്തിനാ അവർക്ക് പൈസ കൊടുത്തിട്ട് അവരെ റിച്ച് ആക്കുന്നത്. പക്ഷെ നമ്മൾ എന്തിനും നമ്മളൊരു എഗ്രിമെന്റ് ക്ലിക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇവിടെ എൻറോൾ ചെയ്യുമ്പോഴും അവിടെ നമ്മളൊരു കോൺട്രാക്ട് ആണ് അവരുടെ അടുത്ത്, ഇന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന രീതിയിലേ ചെയ്യുള്ളൂ എന്ന്. ആ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കല് നമുക്ക് നിർബന്ധമാണ്. പലപ്പോഴും ഫോണുകളിൽ പല ആപ്പുകൾ ഇതേപോലെ ഫേക്ക് വേർഷൻ, ജെയിൽ ബ്രേക്ക് ചെയ്ത വേർഷൻസ് ഒക്കെ യൂസ് ചെയ്യും. പൈസ കൊടുത്ത് വാങ്ങേണ്ടത് ഫ്രീ ആയിട്ട് വാങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. അത് ചെയ്യുന്നവർ ഒരു പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടും ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു 5-6 ആൾക്കാർ ഒരു സാധനം തന്നെ തീരെ പൈസ കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരാൾ കൊടുത്ത പൈസയിൽ എല്ലാവരും ആൾക്കാരും ഉപയോഗിക്കുന്നത്, ഇതൊന്നും എന്താണ് ത്വയ്യിബായിട്ടുള്ള, എന്നിട്ട് നമ്മൾ ചെയ്യുന്നതോ അള്ളാന്റെ മാർഗത്തിൽ അല്ലെ. ഖുർആനാണോ അതിനകത്ത് ഓതുന്നത്, അദ്കാർ ഓതുകയാണ് അതിനകത്ത്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നല്ല മെസ്സേജുകൾ, ദാവക്ക് വേണ്ടിയുള്ള മെസ്സേജുകൾ നമ്മൾ ചെയ്തുണ്ടാക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുറച്ചൊരു യങ് ജനറേഷൻ, 30 വയസ്സിന്റെ ചോടെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ച്, അവർക്കാണ് ഇത് കൂടുതലും ഇഫക്റ്റ് ആവുക ഉദ്ദേശിച്ച് പറയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഫൗണ്ടേഷൻ എന്തായിരിക്കണം, ത്വയ്യിബായിരിക്കണം. ഇനി 5ാമത്തെ പോയിന്റ്, അള്ളാന്റെ മാർഗത്തില് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് ആയിരിക്കണം, മനുഷ്യന്മാരിൽ നിന്ന് അല്ല. ഓക്കെ, അള്ളാഹുവിൽ നിന്ന് മാത്രം, അതായത് അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാന്ന് മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കണം. അതായത് പ്രതിഫലം പ്രതീക്ഷിക്കണം എന്നുള്ളത് ഡിഫറെന്റ് ആണ്, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക എന്നുള്ളത് ഡിഫറെന്റ് ആണ് അല്ലെ. കാരണം ചിലര് വെറുതെ അങ്ങടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിടും, ആ പ്രതിഫലത്തിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നുണ്ടാവില്ല അല്ലെ. പക്ഷെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കണം, ആ ഒരു ബോധത്തോടു കൂടി ഇത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നല്ലേ. നമ്മൾ റബ്ബന തഖബ്ബൽ മിന്ന എന്തിനാണ്, അള്ളാഹ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. വെറുതെ അങ്ങോട്ട് ചെയ്യല്ല. ആൾക്കാർക്കൊക്കെ ചാരിറ്റി ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട്, അതിനു വേണ്ടി ഞാൻ ചെയ്യുക എന്നല്ല. ഇത് അള്ളാന്റെ പ്രതിഫലം വിചാരിച്ചിട്ടാണ്, പ്ലസ് അള്ളാന്റെ മാത്രം പ്രതിഫലം വിചാരിച്ചിട്ടാണ്. ആൾക്കാരെന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട്, ഒരു നാളെ നമ്മളോട് നന്നായി നിൽക്കാൻ വേണ്ടിയിട്ടുമല്ല. പലപ്പോഴും നമ്മൾ പറയാണ്ടല്ലേ, ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഓരോരുത്തുനിന്ന് അടി കിട്ടും. ഓരോരുത്തുനിന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, അള്ളാന്റെ മാർഗത്തിലാണ് ചെയ്യുന്നത്, അള്ളാന്റെ പ്രതിഫലം ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അപ്പോഴാണത് ഖർദൻ ഹസന ആവുന്നത്. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ മൻ ആൻഡ് അദ, അത് അതിനെ പിന്തുടരുത്. മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടുത്ത കാര്യങ്ങൾ എടുത്തെടുത്തെടുത്ത് പറയാം. ഓക്കെ, പള്ളിയിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, അപ്പം അവരുടെ അടുത്ത് പറയാം, ഈ പള്ളിയിൽ ഞാൻ ഇത്ര 1000 അല്ലെങ്കിൽ ഇത്ര 10,000 ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ, ശരിക്കും നിങ്ങൾ എന്നെ സെക്രട്ടറി ആക്കേണ്ടതാണ്. അതായത് ആ കൊടുത്തത് പറഞ്ഞിട്ട് അതിന്റെ പ്രയോജനം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നാലും ഞാൻ അത്രയൊക്കെ കൊടുത്തിട്ട് നീ എന്നോട് ഇത് ചെയ്തില്ലേ അല്ലെ, എനിക്ക് ഞാൻ അന്ന് ആ പ്രശ്നം വന്നപ്പോൾ ഞാനെല്ലാം ഉള്ളതിന് എന്നെ സഹായിക്കുന്നിട്ട് ഈ എന്നോട് ഇത് ചെയ്തില്ലേ. കാരണം നമ്മൾ അത് കൊടുത്തത് എന്തോ കാര്യത്തിന് വേണ്ടിയാണ് അല്ലെ. അത് എടുത്തെടുത്ത് പറയാണ്. അതേപോലെ അതായത് കൊടുത്തത് കൊണ്ടും ആളുകളെ വേദനിപ്പിക്കരുത്. ഇപ്പൊ ചിലപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ സഹായത്തിന് വരുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, ജോലിക്കൊക്കെ, അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് പുറമെ അവരുടെ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രയാസങ്ങളിൽ പൈസയൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അത് കൊടുത്തതിന്റെ പേരിൽ അവരെ നമുക്ക് ഏത് രീതിയിലും യൂസ് ചെയ്യാന്നുള്ള ഒരു ചിന്ത, അവര് നമ്മളുടെ കാൽ കീഴിലാണ്, അവരെ വിഷമിപ്പിച്ചാലും, കാരണം അവർ ഗതികേട് കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. അവര് നമ്മളുടെ അടുത്ത് വരുന്നുണ്ടല്ലോ ഗതികേട് കൊണ്ട്. അപ്പൊ അവരെങ്ങനെ വേണമെങ്കിലും വേദനിപ്പിക്കാം, അവരെ വഴക്ക് പറയാം, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഫീലിങ്സും ഇല്ലാന്നാണ് നമ്മളെ വിചാരം. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ എന്താണ്, മൻ അതയിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മളുടെ
അള്ളാഹ് കൊടുക്കുന്ന കടം കർദൻ ഹസന ആവണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻ ഉണ്ട് അല്ലേ? നമ്മളൊക്കെ വിചാരം നമ്മൾ ഇതുവരെ ഫുൾ കർദൻ ഹസന ചെയ്ത ആൾക്കാരാണ്, നമ്മൾ കൊടുത്തതൊക്കെ കർദൻ ഹസനാന്ന്. കാരണം ഈ ആയത്ത് നമ്മൾ കുറെ നാളുകളായിട്ട് നമ്മുടെയൊക്കെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുള്ള അല്ലെ ഒരായത്താണ്. നമുക്കൊക്കെ അത്രയും ഇഷ്ടമുള്ള, സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ഈ ആയത്തിന്റെ പേരിൽ ഒരുപാട് കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എത്ര മാത്രം ശ്രദ്ധിക്കണം അത് കർവൻ ഹസന ആവാൻ വേണ്ടി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഖുറാനിലെ ചില വാക്കുകൾ എന്ന് പറയുന്നത് ഭയങ്കര ആഴാണ്. എത്ര കല്ല് കെട്ടി താഴ്ത്തിയാലും വീണ്ടും വീണ്ടും താഴ്ന്നു പോകാനുള്ള ആഴമുള്ള വാക്കുകളുണ്ട് ഖുറാനിൽ, സുബ്ഹാനല്ലാഹ്. ഇനി ഏഴാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാല്, നമ്മൾ കൊടുക്കുന്നത് ഹലാല് മാത്രമായ പോരാ, നമ്മളടുത്തുള്ളതിലെ ബെസ്റ്റ് ആയിരിക്കണം. ഓക്കെ, ഉള്ളതിന്റെ ബെസ്റ്റ് ആകുമ്പോഴാണ് കർദൻ ഹസന. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതല്ലാത്തതൊന്നും കൊടുക്കാൻ പാടില്ല എന്നല്ല കേട്ടോ. ഇത് നമ്മളിവിടെ ഹസൻ എന്നുള്ള ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഹസൻ എന്നുള്ള വാക്കിന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു ഉദാഹരണം, ഈ ഒരു കണ്ടീഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഹലാൽ മാത്രമായ പോലെ നമ്മളിൽ ഉള്ളതിന്റെ ബെസ്റ്റ് ആയിരിക്കണം എന്ന്. അപ്പൊ നമ്മളൊരു ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ, ഈ ഫ്രിഡ്ജിൽ കുറേ ദിവസമായിട്ട് ഇല്ലേ കേട, ഇനിയിപ്പൊ അത് വെച്ചാൽ വീട്ടിലാർക്കും കഴിക്കാൻ പറ്റൂല, അത് അങ്ങോട്ട് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ ഡ്രസ്സ് അതിന്റെ അവിടെ ഓട്ടയായിട്ടുണ്ട് അല്ലെ, അപ്പം അത് അങ്ങോട്ട് കൊടുത്തേക്കാം, അതിനിപ്പോ നമ്മൾ ഉപയോഗിക്കില്ല. യെസ്, ഇതൊക്കെ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ കൊടുക്കാം, കൊടുക്കരുത് എന്നല്ല പറയുന്നത്. കാരണം ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അതേപോലെ നമ്മൾ എക്സസീവ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണമെന്ന് വെച്ച് കളക്ട് ചെയ്യുന്നതിൽ നിന്നും ഒക്കെ രക്ഷ നേടാൻ വേണ്ടി നമുക്ക് കൊടുക്കാം. പക്ഷെ അതൊന്നും കർദൻ ഹസനാവും നമ്മൾ വിചാരിക്കേണ്ട. ഓക്കെ, കർദൻ ഹസന ആവണമെങ്കിൽ അത് നമുക്കുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം കൊടുക്കുന്നത്. ഒരു ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നു അതേപോലെ വാങ്ങിയിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നു അതുപോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് അത് കൊണ്ടുപോയി കൊടുക്കുക. അല്ലാതെ വീട്ടിലെ ബാക്കിയുള്ളതും പഴയതൊക്കെ കൊടുത്തിട്ട് ഞാൻ ഭയങ്കര കർദൻ ഹസന ചെയ്തെന്ന് ആർക്കും തോന്നണ്ട, അള്ളാഹ് കടം കൊടുത്തെന്ന് ആർക്കും തോന്നണ്ട. അതേപോലെ വസ്ത്രങ്ങളുടെ കാര്യമാണെങ്കിലും ചെയ്യാം, നമുക്കിതൊക്കെ കൊടുക്കാം. ഞാൻ നേരത്തെ ഈ പലിശയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അവിടെ അനുവദനീയതയുണ്ട്, പക്ഷേ ഒരിക്കലും അത് എന്താണ് കർദൻ ഹസന ആവുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ്. ശരിക്കും ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? അവന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് തനിക്കും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും വിശ്വാസിയാവില്ല എന്നാ പറയുന്നത് അല്ലെ. അപ്പം അവർക്ക് നമ്മൾ കൊടുക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ആവശ്യമുള്ള, ഏറ്റവും ഭംഗിയുള്ള, അവർക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ കൊടുക്കാം. ഓക്കെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യം നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് കൊടുക്കുമ്പോഴും അതിന്റെ മുകളിൽ പെർഫ്യൂം അടിച്ചിട്ട്, ഓക്കെ, എന്ത് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ആ ഡ്രസ്സ് കൊടുക്കുമ്പോഴും എന്ത് കൊടുക്കുകയാണെങ്കിലും അതിന്റെ മുകളിൽ ഒരു പെർഫ്യൂം ഒക്കെ അടിച്ചിട്ടാണ് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, ഏറ്റവും ഭംഗിയായിട്ട്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താ, ഇത് ആദ്യം അള്ളാന്റെ കയ്യിലേക്കാണ് പോകുന്നത്, ഞാൻ കൊടുക്കുന്ന ആളുടെ മുമ്പേ അത് അള്ളാന്റെ കയ്യിലേക്കാണ് പോകുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സ്വതക്കകൾ അള്ളാഹുവിന്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കുന്നത് പോലെയാണ്. അള്ളാഹു അത്തരത്തിലുള്ള ഏറ്റവും ഭംഗിയുള്ള കർബകൾ അള്ളാഹ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തട്ടെ, അതിനുള്ള മനസ്സും അല്ലെ, അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ. നമ്മൾ കൊടുക്കുന്നത് ആ കർബൻ ഹസൻ ആവാതിരിക്കുന്ന രീതിയിലായി പോവാതെ അല്ലെ. നമ്മൾ പലതും കൊടുക്കുന്നുണ്ട്, ഭയങ്കര നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് കൊടുക്കുന്നത്, പക്ഷെ അവിടെ എത്തുമ്പോൾ ഇതൊന്നും ഹസന അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ കൊടുക്കുമ്പം നമ്മൾ നമ്മളെ അടുത്ത് തന്നെ ചോദിക്കുക അല്ലെ. അള്ളാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, അള്ളാഹ്ക്ക് ആരാണ് ഒരു നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരാം. മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ ആ ഒരു കോളിന് നമ്മൾ റെസ്പോൺസ് കൊടുക്കാത്ത ആൾക്കാരായി പോകും. അള്ളാഹിന്റെ ആ ഒരു ഓഫറിന് അല്ലെ, ഓഫർ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ അള്ളാഹിന്റെ ആ ക്ഷണത്തിന് ഈ ക്ഷണം നമുക്ക് താല്പര്യം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരായി പോകും. അപ്പൊ അതിനുവേണ്ടി മുന്നോട്ട് വരിക. പ്ലസ് ആ കൊടുക്കുന്നത് എന്താണ്, ആ വേർത്താണോ, അല്ലെ ക്വാളിറ്റി ഉണ്ടോ, ഈ പറഞ്ഞ ക്വാളിറ്റികളൊക്കെ മീറ്റ് ചെയ്യുന്നതാണോ, അള്ളാഹ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആണോ നമ്മൾ കൊടുക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയാണോ, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി മാത്രമാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പം അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ അള്ളാഹു പറഞ്ഞു ഫയുദാഇഫഹു ലഹ്, അവന് ഞാൻ അതായത് അധികരിപ്പിക്കും അല്ലെ. ആ കൊടുക്കുന്ന കാര്യം സുബ്ഹാനല്ലാഹ് അള്ളാഹു ഇരട്ടികളായിട്ട് തിരിച്ചു കൊടുക്കും. അപ്പം 1 കൊടുത്താൽ 2, 2 കൊടുത്താൽ 4 എന്നുള്ള അവസ്ഥയിൽ അള്ളാഹു അതിനെ അതിഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും. അത് എത്രയാണ്? 1 കൊടുത്താൽ 2 മാത്രമാണോ കിട്ടുന്നത്? അല്ല, അദ്വാഅഫൻ കസീറ, പല മടങ്ങ് അല്ലെ, വളരെയധികം ഇരട്ടികളായിട്ട്, ജസ്റ്റ് 1ന് 2 എന്നല്ല, പല മടങ്ങായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് 700 രൂപയോ അതിലധികമോ ഉള്ള പോലെ അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ ആയത്ത് വരുമ്പം അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. അള്ളാഹു എങ്ങനെയാണ് അതിനെ അധികരിപ്പിക്കുന്നത്, എത്രമാത്രമാണ് അധികരിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ
അവസാനത്തെ മൂന്നില് അവസാനത്തെ മൂന്നിലൊന്നില് താഴോട്ടില്ലേ, ഏഴാം ആകാശത്ത് അല്ല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അള്ളാഹ് ചോദിക്കുന്നു പറഞ്ഞു, ആരൊക്കെയാണ് എന്നോട് ചോദിക്കാനുള്ളത് ഞാൻ അവർക്ക് നൽകാമെന്ന്. ആ ഒരു ഹദീസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മൻ യുഖരിദു ഗൈറ അദീമിൻ വലാ ദലൂം എന്ന് പറയുന്നുണ്ട്. ആരാണ് എനിക്ക് എന്താണ് കൊടുക്കാൻ തയ്യാറുള്ളത്, അതായത് യുഖരിദു വീണ്ടും കടം തന്നെയാണ്. ഓക്കെ, ആരാണ് കടം കൊടുക്കാൻ തയ്യാറുള്ളത്, ആർക്ക്? ഗൈറ അദീമിൻ, പുവർ അല്ലാത്ത, അതായത് പാവപ്പെട്ടവനല്ലാത്ത, പ്ലസ് വലാ വലൂമിൻ, ഗുൽമ ചെയ്യാത്ത, അനീതി കാണിക്കാത്ത ഒരുവന് ആരാണ് കൊടുക്കാൻ തയ്യാറുള്ളത്, അതായത് ആരാണ് അള്ളാഹ് കടം കൊടുക്കാൻ തയ്യാറുള്ളത് എന്ന്. അത് ആ ഒരു ഹദീസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പം അള്ളാഹു പുവർ അല്ല അല്ലെ, അള്ളാഹു ദരിദ്രനല്ല. കാരണം അള്ളാഹ്ക്ക് നിങ്ങളുടെ ലോൺ, നിങ്ങളുടെ കടം ആവശ്യമില്ല, എന്നിട്ട് നിങ്ങൾ അള്ളാഹു കൊടുക്കാൻ തയ്യാറുണ്ടോ? അതേപോലെ അള്ളാഹു എന്താണ് ഗുൽമ ചെയ്യുന്നവനല്ല, അനീതി ചെയ്യുന്നവനല്ല. എങ്ങനെയാണ് ഇവിടെ ഈ അർത്ഥം അപ്ലൈ ചെയ്യുക? അള്ളാഹു നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന മുഴുവൻ അള്ളാഹ് ഒറ്റയ്ക്ക് അങ്ങോട്ട് കൺസ്യൂം ചെയ്യല്ല ചെയ്യുക, പകരം അള്ളാഹ് നിങ്ങൾക്ക് അത് മടങ്ങായിട്ട് തിരിച്ചു തരും. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് നിങ്ങളെ പൈസ ആവശ്യമില്ല. ഓക്കെ, മാത്രമല്ല അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ തരുന്നതിന് പല മടങ്ങായിട്ട് തിരിച്ചു തരികയും ചെയ്യും. അങ്ങനെയുള്ള ഒരുവന് കടം കൊടുക്കാൻ ആര് തയ്യാറുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഈ ഹദീസിനൊരു എക്സ്റ്റൻഷൻ പല സ്ഥലങ്ങളിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ് എങ്ങനെയാ തരാ? അദ്വാഅഫൻ കസീറ, പല മടങ്ങുകളായിട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ യൗമുൽ ഖിയാമയിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു, ഞാൻ ഇത്രയല്ലേ കൊടുത്തിട്ടുള്ളൂ അല്ലെ, ഇത്രയധികം. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് ഇങ്ങനെ അതിനെ അധികരിപ്പിച്ചിട്ടുണ്ടോ? ഇത്രയധികം അള്ളാഹു കരുതി വെച്ചിട്ടുണ്ടോ അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കിതൊക്കെ എവിടുന്നാ കിട്ടുക? അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഇവിടെ തുടങ്ങി വെക്കണം അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇവിടെ എന്തെങ്കിലും ഒരു ഒന്ന് കൊടുത്താലേ നമുക്ക് 1000 അല്ലെങ്കിൽ 10,000 അവിടെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ആ ഒന്ന് നമ്മൾ എത്രയും അധികം കൊടുക്കുന്നോ, കാരണം നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും ചില പോയിന്റ്സിൽ. കർദൻ ഹസനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആർക്കാ പൈസ അധികരിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തതില്ലേ? നമ്മളെ പൈസ അത് അങ്ങനെ നോട്ടെ, തോടണ്ട, അത്ര തന്നെ മതി നമ്മൾ വിചാരിക്കൂലോ അല്ലെ? അതെങ്ങനെയെങ്കിലും പെരുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പല മടങ്ങായിട്ട് പെരുകും. സുബ്ഹാനല്ലാഹ്. പക്ഷേ നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു പറയാണ് വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. നിങ്ങളെ കയ്യിൽ ഇപ്പൊ ഉള്ളതൊക്കെ ടെമ്പററി ആണ് കേട്ടോ, അതൊക്കെ എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം, അതൊക്കെ എപ്പോ വേണമെങ്കിലും പോവാം. കാരണം അള്ളാഹു എന്താണ്? യഖ്ബിദാണ് അല്ലെ, അവൻ പിടിച്ചു വെക്കും. പിടിച്ചു വെക്കാൻ അവനെ കൊണ്ട് പറ്റും. സുബ്ഹാനല്ലാഹ്. റെസ്ട്രിക്ട് ചെയ്ത് കളയും, നിങ്ങളത് ഇടുക്കി കളയും. അതേപോലെ എന്താണ്? അള്ളാഹു യബ്സുത്താണ്. സുബ്ഹാനല്ലാഹ്. ബസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? എക്സ്റ്റെൻഡ് ചെയ്യുക, വികസിപ്പിക്കുക, എക്സ്പാൻഡ് ചെയ്യാനും അവനെ കൊണ്ട് പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ്ക്ക് നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചുരുക്കി പിടിച്ചു കളയാനും പറ്റും, വികസിപ്പിക്കാനും പറ്റും. നിങ്ങൾക്ക് തന്നതിനെ തിരിച്ചെടുക്കാൻ അവനെ കൊണ്ട് പറ്റും അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അള്ളാഹ്ക്ക് ഒരു പ്രയാസവും ഇല്ല തന്നതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കുള്ള റിസ്കുകൾ തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട്, വളരെ നിങ്ങൾ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ അള്ളാഹ്ക്ക് അത് അതിവിശാലമായിട്ട് വികസിപ്പിക്കാനും പറ്റും. സുബ്ഹാനല്ലാഹ്. അതും നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്. കാരണം റാസിഖ് ആരാണ്? റാസിഖ് നമ്മളുടെ റിസ്ക് തരുന്നവനാണ് അള്ളാഹാണ്, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് അല്ലെ? അപ്പം അവൻ റാസിഖ് ആയതുകൊണ്ട് അവന് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാം, അതേപോലെ അവൻ എങ്ങനെ വേണമെങ്കിലും തിരിച്ചെടുക്കാം. അതുകൊണ്ട് നിങ്ങൾ പിശുക്ക് കാണിക്കണ്ട അല്ലെ? അള്ളാഹ്ക്ക് കടം കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പിശുക്ക് കാണിക്കണ്ട. നിങ്ങൾക്ക് തന്നവന്റെ അടുത്ത് നിങ്ങൾ എങ്ങനെ പിശുക്ക് കാണിക്കുക? ഞാനല്ലേ നിങ്ങൾക്ക് തന്നത്. സുബ്ഹാനല്ലാഹ്. എന്റെ അടുത്ത് തന്നെ നിങ്ങൾ എങ്ങനെയാ പിശുക്ക് കാണിക്കുന്നേ അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം കൊടുക്കുക, കടം കൊടുക്കുക, ചെലവഴിക്കുക, അള്ളാന്റെ മാർഗത്തിൽ അങ്ങോട്ട് പോട്ടെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. ആൻഡ് നിങ്ങൾ ഓർക്കുക, വ ഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ ഈ ലോകത്ത് എന്നെന്നും ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ ഈ പൈസയും കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇവിടെ എന്നും ജീവിക്കാന്ന് വെച്ചിട്ട് വന്നതല്ല. നിങ്ങൾ ഈ സ്വർണം അല്ലെ ഇതിട്ടിട്ട് പാലാകാലം ഇവിടെ ജീവിക്കാന്ന് വെച്ചിട്ട് വന്നതല്ല. ഒരു ദിവസം വരും, അന്ന് എല്ലാം നിങ്ങളടക്കം ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും എന്നിലേക്ക് മടക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അറ്റ്ലീസ്റ്റ് അതിനെ നിങ്ങൾക്ക് പെരുപ്പിച്ചിട്ട് അവിടെ കാണാമല്ലോ അല്ലെ? പരലോകത്ത് അത് കുറെ പല മടങ്ങ് വളർന്നതായിട്ട് അവിടെ കാണാമല്ലോ. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ ആൾക്കാർ ജോലിയൊക്കെ ചെയ്യുന്നവർ അവരെ റിട്ടയർമെന്റിന്റെ സമയത്തേക്ക് ഒരു ഫണ്ട് കരുതി വെച്ചിട്ടുണ്ടാവും അല്ലെ? റിട്ടയർമെന്റ് മണി എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തിട്ട്. നമുക്ക് നമ്മുടെ ആഖിറ ഫണ്ട് വേണ്ടേ അല്ലെ? അവിടെ ചെന്നിട്ട് നമുക്കൊരു ഫണ്ട് വേണ്ടേ? ആ ഫണ്ടിനെ നമ്മൾ ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ അല്ലെ? സുബ്ഹാനല്ലാഹ്. നമുക്കത് വേണം അവിടെ അല്ലെ? അപ്പം അതിനെ നമുക്ക്
ഇപ്പോഴേ റെഡി ആയേ മതിയാവും. ആ സമയത്ത് എങ്ങനെ പ്രായമായവർക്ക് ആ പ്രായത്തിൽ അധ്വാനിക്കാൻ പറ്റാത്തത് കൊണ്ട് അവര് പൈസ ആദ്യമേ സേവ് ചെയ്ത് വെക്കുന്നുവോ, അതേപോലെ നമ്മൾ ആഖിറത്തില് നമുക്ക് പിന്നെ ഒരു അമല് ചെയ്യാൻ പറ്റൂല, അവിടുന്ന് നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കണം. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അന്ന് നമ്മൾ ഭയങ്കര ആവശ്യക്കാരനായിരിക്കും. പ്രായമായവർ എങ്ങനെ പൈസക്ക് ആവശ്യമുള്ളവരാവുന്നു അല്ലെ. രോഗം വരും, പല പരാധീനതകളാണ്, അവർക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, അവർക്ക് ഒരാൾ ഭാരമാവരുന്ന് വിചാരിക്കും. അതുകൊണ്ട് അവർ ഉള്ള കാലത്ത് കുറച്ച് സേവ് ചെയ്ത് വെക്കും. അതേപോലെ നമ്മുടെ ആഖിറത്തില് നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അമലിന്റെ ആവശ്യക്കാരായിരിക്കും. നന്മയുടെ അല്ലെ, തുലാസിന്റെ കനം തൂങ്ങുന്ന എന്തും അതിന് ആവശ്യക്കാരായിരിക്കും നമ്മൾ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചാലല്ലേ അപ്പൊ അത് ഉണ്ടാവുള്ളൂ. അല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ദാരിദ്ര്യത്തിനെ ഭയന്നിട്ട് അല്ലോ ഇത് കൊടുത്താൽ തീർന്നു പോവോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടാവൂലേ, അത് വിചാരിച്ചിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കേണ്ട. അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തു കഴിഞ്ഞാല് ഒന്നും ഭയക്കണ്ട. ഞാൻ ദരിദ്രനായി പോന്നൊന്നും വിചാരിക്കണ്ട. അള്ളാഹ് അത് കൊണ്ടുവന്ന് തരും. അള്ളാഹ്ക്ക് എന്ത് എളുപ്പാന്നറിയാം. നമ്മൾ അതിന്റെ മീൻസ് ഒക്കെ ആലോചിക്കുമ്പോൾ എനിക്കിത് എവിടുന്ന് വരാനാ അല്ലെ. എനിക്ക് മൂപ്പർക്കോ പണിയില്ല, മോന്റെ പണിയാണെങ്കിൽ ഒരു ബർക്കത്തിലായിട്ടും ഇല്ല, സ്ഥലം വിൽക്കാൻ വെച്ചിട്ട് അത് വിൽക്കുന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മളെ മനസ്സിൽ അങ്ങനത്തെ ചിന്തകളൊക്കെ വരും അല്ലെ. അള്ളാഹ്ക്ക് ഇതൊന്നും ഒരു പ്രയാസമല്ല. നമ്മള് അല്ലെ, അള്ളാഹു എന്താണ്, യഖ്ബിദുമാണ് വയബ്സുതുമാണ് അല്ലെ. അള്ളാഹ്ക്ക് അത് പിടിച്ചെക്കാനും പറ്റും, വികസിപ്പിക്കാനും പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരിക്കലും കുറഞ്ഞു പോകുന്ന വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കണ്ട. പക്ഷെ നമ്മള് മാക്സും കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ട് ഇന്നിപ്പോ എൻ്റെ അടുത്ത് ഒരു 1000 റുപ്യയും കൂടെ ബാക്കിയുണ്ട്, ഇത് കൊടുത്താൽ ഞാൻ നാളെ പട്ടിണിയാവും, അതാ നമ്മൾ വിചാരിക്കുക. പക്ഷെ നാളെ 2000 നമ്മളിലേക്ക് എത്തിക്കാൻ അള്ളാഹ്ക്ക് ഒരു പ്രയാസമില്ല. നമ്മൾ എത്ര പ്രാവശ്യം അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഏത് പണക്കാരനും എത്ര ഉള്ളവനാണെങ്കിലും ചില സമയത്ത് വളരെ ഇങ്ങനെ അറ്റം മുട്ടി നിൽക്കുമ്പോൾ ഇതുപോലെ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്താൽ പിറ്റേ ദിവസം എന്തെങ്കിലും വരുന്നത്, അപ്പൊ തന്നെ വരുന്ന സാഹചര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു എന്താണ്, യഖ്ബിദാണ് വയബ്സുതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് വികസിപ്പിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. നമ്മളെ മാക്സും കാൽക്കുലേഷനും നമ്മുടെ ലോജിക്കും ഒക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ഇത് ഇല്ലാന്ന് വരുന്നത് അല്ലെ. നമുക്കറിയാം സദഖ ഒരിക്കലും ദാനം അല്ല, ധർമ്മം ധനത്തെ കുറയ്ക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ സമ്പത്തിനെ ഒരിക്കലും കുറയ്ക്കൂല. എന്ത് കാര്യം കേട്ടോ, നമ്മളെ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് എല്ലാം ആവാം. നമ്മളുടെ ഭക്ഷണം അല്ലെ, നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ സ്കില്ല്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മനസ്സ്, എന്തും എന്തും എല്ലാത്തിന്റെ മേലെ ആർക്കാ കൺട്രോള്? അള്ളാഹ്ക്കാ കൺട്രോൾ. ഇതിനൊക്കെ വികസിപ്പിക്കാനും ഇല്ലാണ്ടാക്കാനും അള്ളാഹ്ക്ക് പറ്റും. ഓക്കെ. ഈ എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം ആയിക്കോട്ടെ, വസ്ത്രം ആയിക്കോട്ടെ, നമ്മുടെ നല്ലൊരു മനസ്സായിക്കോട്ടെ, മറ്റുള്ളവരുടെ അടുത്ത് പുഞ്ചിരിക്കാനുള്ള ഒരു മനസ്സായിക്കോട്ടെ, അതുപോലെ നമ്മുടെ എന്ത് കഴിവുകളും അത് ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യാനും അൺലിമിറ്റഡ് ആക്കാനും അള്ളാഹ്ക്ക് പറ്റും. അപ്പൊ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും എല്ലാം അള്ളാന്റെ തൃപ്തിയിലേക്ക് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ എന്തായിരിക്കും? സേഫ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം ഇതൊരു എൻകറേജ്മെന്റ് ആണ്. നിങ്ങൾ അങ്ങ് ചെലവഴിച്ചോ എല്ലാം. അറിവ്, ഓക്കെ, അറിവ് ചെലവഴിക്കാൻ എന്തിനാ മടിക്കുന്നത്? എനിക്ക് അറിവ് തികഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ മടിക്കുന്നവർ കുറെ ഉണ്ടല്ലേ. എനിക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ആവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മാത്രം ഒന്ന് നന്നാവട്ടെ, എന്നിട്ട് എന്റെ കുടുംബത്തിനെ ഒന്ന് നന്നാക്കട്ടെ, എന്നിട്ട് അത് പുറത്തേക്ക് കൊടുക്കുക. ഈ പൈസന്റെ പോലെ തന്നെ അല്ലെ. പൈസ നമ്മൾ കൊടുക്കാതിരിക്കുന്നവർ അതുകൊണ്ടാണല്ലോ കൊടുക്കാതിരിക്കുന്നത്. എന്റെ കാര്യങ്ങൾ നടക്കട്ടെ, എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നടക്കട്ടെ, എന്നിട്ട് കൊടുക്കാം. അതേപോലെ അറിവ്, ഇതൊന്നും ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കൊടുത്താൽ അങ്ങോട്ട് തീർന്നു പോകും, അല്ലെങ്കിൽ കൊടുക്കാൻ ഞാൻ ആയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. കൊടുക്കുമ്പോൾ അള്ളാഹു വർദ്ധിപ്പിക്കും, എല്ലാം വർദ്ധിപ്പിക്കും. അള്ളാഹ്ക്ക് പറ്റും. അള്ളാഹുവിന് യഖ്ബിദും യബ്സുത്തും ചെയ്യാൻ പറ്റുന്നവനാണ് അവൻ. അപ്പൊ ഒരു ഭയവും വേണ്ട, നിങ്ങൾ അങ്ങോട്ട് ചെലവഴിച്ചോ എന്തും. അപ്പം എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ചെലവഴിക്കുന്ന കാര്യം പറയുമ്പോൾ പൈസ എന്ന് മാത്രം മനസ്സിൽ വിചാരിക്കുമ്പോൾ പലരുടെ മനസ്സിൽ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്നുള്ളത്. അങ്ങനെയല്ലേ, എന്തും നമുക്ക് കൊടുക്കാം. എന്തും കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കും. അവന്റെ വഴിയിൽ നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, അത് ഏറ്റവും ഭംഗിയുള്ള ഒരു കടമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവനത് പല മടങ്ങായിട്ട് വർദ്ധിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. ആർക്കും വേണമെങ്കിലും നമ്മൾ എങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ മാർഗത്തിൽ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് കൊടുക്കുമ്പോൾ അള്ളാഹു അത് വർദ്ധിപ്പിച്ച് തരുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. പിന്നെ കൊടുക്കുമ്പം നമ്മൾ എന്താണ്, പലപ്പോഴും ഇപ്പോൾ നമുക്ക് കുടുംബങ്ങളിൽ കൊടുക്കുന്നത് നല്ല കാര്യമാണ് അല്ലെ, സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നത് നല്ല കാര്യമാണ്, അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും, അതൊക്കെ ശരി തന്നെയാണ്. അപ്പം നമ്മളെപ്പോഴും കൊടുക്കുമ്പം പല 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 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. സദഖ എന്ന് പറയുമ്പം പല കോസുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പലപ്പോഴും അപ്പം ഈ പറഞ്ഞ പോലെ കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടി കൊടുക്കാം. പ്രയാസമുള്ള, ഭക്ഷണത്തിന് പ്രയാസമുള്ളവരെ, താമസിക്കാൻ പ്രയാസമുള്ളത്, വിദ്യാഭ്യാസത്തിന് പ്രയാസമുള്ളവർ, അങ്ങനെയുള്ളവരെ, അതായത് ദാരിദ്ര്യം
എന്നുള്ള ആ ഒരു ഇത് എഫക്ട് ചെയ്യുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഇനി അതേസമയം നമ്മളെ കുടുംബങ്ങളിൽ തന്നെ കഴിവുള്ളവരാണെങ്കിൽ കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇസ്ലാമികവും അനിസ്ലാമികവുമായിട്ടുള്ള രണ്ടും ആവശ്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം. പിന്നെ മസ്ജിദ് പോലെയുള്ള നമ്മളെ ദീനിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാം. ദഅവ ഫൗണ്ടേഷൻസ് ദഅവ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാം. മാത്രമല്ല ഇങ്ങനെ ഓരോന്നും കൊടുക്കുമ്പോൾ അതും പല പല ഓർഗനൈസേഷനും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പല നമ്മളുടെ എന്താ പറയാ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ആയിട്ട് എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് പല സ്ഥലങ്ങളിലേക്ക് പല ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. അപ്പം കാരണം ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് പല രീതികളിലായിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലുള്ള ഒരു സദഖയായിട്ട് മാറും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസ്യത ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. അതൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെ ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള കടം കൊടുക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. ആമീൻ. പലപ്പോഴും കടം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ടച്ചബിൾ ആയിട്ടുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള പൈസ പോലത്തെ സാധനം പോലത്തെ ആ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല വാക്ക് പോലും ചാരിറ്റിയാണ് അല്ലെ. നമ്മളെ പുഞ്ചിരി എങ്ങനെ സ്വതക്കയാണെന്ന് പറഞ്ഞു, അതേപോലെ ഒരു നല്ല വാക്ക് ചാരിറ്റിയാണ്. ആളുകൾക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു വാക്ക്, രോഗത്തിന്റെ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ഒക്കെ ആയിക്കോളും അല്ലെ, അങ്ങനെ പറയുന്ന ആ ഒരു വാക്ക്, പ്രതീക്ഷ കൊടുക്കുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ മാനസികമായിട്ട് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇതൊക്കെ ഓക്കെയാണ്, അള്ളാഹുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ജസ്റ്റ് നമ്മൾ ചില സമയം നമ്മൾ ഒരൊറ്റ സെന്റൻസ് മതിയാവും അവർക്ക് ഭയങ്കര ഒരു ഹൈ ആയിട്ട് പോസിറ്റീവായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. അപ്പം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുമ്പം, ഒരു ധൈര്യം കൊടുക്കുമ്പം, പ്രതീക്ഷ കൊടുക്കുമ്പം, അതൊക്കെയും ചാരിറ്റിയാണ്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിയത്ത് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ സഹാബാക്കളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ അല്ലെ, അവരിൽ അധികം ആളുകളും ഭയങ്കര അധികമായിട്ടുള്ള ദാരിദ്ര്യരായിരുന്നു. ഒന്നും അവരയിൽ ഉണ്ടായിരുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം അവർ പലതും അവർക്ക് മക്കയിൽ ഉപേക്ഷിച്ച് വരേണ്ടി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും അവര് ചെലവഴിച്ചു അള്ളാന്റെ മാർഗത്തിൽ അവരെ കൊണ്ട് പറ്റുന്നത്, ചിലപ്പം ആരോഗ്യം കൊണ്ട്, ശരീരം കൊണ്ട് അല്ലെ, എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ കൊണ്ട് അത് ചെലവഴിച്ചു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ധനം വർദ്ധിപ്പിച്ചു കൊടുത്തു അല്ലെ. യുദ്ധങ്ങളിൽ നിന്നുള്ള അല്ലെ, യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾ അവരുടെ ഇടയിൽ വീതിക്കാന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മൾക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ. അങ്ങനെയും അള്ളാഹ്ക്ക് പൈസ നമ്മളെ കയ്യിലേക്ക്, നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കണം എന്ന് അള്ളാഹ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഏത് വഴിക്കും എത്തിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര കുറച്ചാണ് ഉള്ളതെങ്കിലും, കാരണം അവര് നമുക്ക് ഏറ്റവും വലിയ മാതൃകൾ, അവരതിലൊന്നും ഒന്നും ഇല്ലാത്തവർ പോലും ഉള്ളത് മൊത്തം കൊണ്ടേ കൊടുത്തിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകരം കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതുപോലെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പം അവരുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഞാൻ സ്റ്റുഡന്റ് അല്ലേ, എനിക്ക് ചെലവിന് പാരൻസ് അല്ലേ തരുന്നത്, അതൊന്നും കൊടുക്കാനില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അവരും ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കും പലതും കൊടുക്കാം. പക്ഷെ അറിവ് കൊടുക്കാൻ പറ്റും അല്ലെ. ഒരു പഠിക്കാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈവൻ അവർ കൊണ്ടുവന്ന ഭക്ഷണം ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഇതൊക്കെ എന്താണ്, ഖർദൻ ഹസനാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഉത്തമമായിട്ട് കടം കൊടുക്കുന്ന ഒരു രീതിയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമുക്കറിയാം ഒരു ഈത്തപ്പഴത്തിന്റെ അല്ലെ, അത്രയും ചെറുതാണെങ്കിൽ പോലും ആ ഒരു ഇത് ധർമ്മം നമ്മൾ ചെയ്യുമ്പം അത് പ്യുവർ ആയിട്ടുള്ള ഹലാലായിട്ടുള്ള സമ്പത്തിൽ നിന്നാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അള്ളാഹുവിന്റെ വലത് കൈകൊണ്ട് സ്വീകരിക്കുകയും അതിനെ അള്ളാഹു വളർത്തുകയും ചെയ്യും. ഒരു മലയോളം വളർത്തും എന്നാണ് പറഞ്ഞത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരു ഈത്തപ്പന അല്ലെങ്കിൽ ഈത്തപ്പഴത്തിനെ ഒരു മലയോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വളർത്താൻ പറ്റും. ഫയുളാഇഫുഹു ലഹു അദ്വാഅഫൻ കസീറ. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അത്ര പോലും അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര നഷ്ടക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവനാണ്. അതുകൊണ്ട് പിശുക്കന്മാര് ആവണ്ട, അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും അല്ലെ, ആ കട അവിടെ കൊടുത്തിട്ട് അവിടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ ധാരാളമായിട്ട് നിങ്ങൾ കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. മാത്രല്ല അള്ളാന്റെ ഒരു ഔദാര്യം ഒന്ന് ആലോചിച്ച് നോക്കി ഈ കാര്യത്തില്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കുള്ളതെല്ലാം തന്നത് റബ്ബാണ് അല്ലെ. അവിടെ അള്ളാന്റെ ഒരു ഔദാര്യം. എന്നിട്ട് അതിന് പുറമെ അവന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് അള്ളാഹ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് അവന്റെ ഔദാര്യമില്ലേ, നമ്മളുടെ എന്തെങ്കിലും ക്വാളിറ്റിയാണ് അത്. അവന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് അള്ളാഹ് തന്നത്. കാരണം എത്ര ആളുകളുണ്ട് അള്ളാഹ് അത്രയും കൊടുത്തിട്ട് ചെലവഴിക്കാൻ തൗഫീഖ് ഇല്ലാത്തവര്, ചെലവഴിക്കാൻ മനസ്സില്ലാത്തവര്, സാഹചര്യങ്ങളില്ലാത്തവര്, അല്ലെങ്കിൽ ആരെങ്കിലും ഭയന്നിട്ട് ചെലവഴിക്കാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള കാര്യം പോലും അത് അവർക്ക് ലീഗലി അത് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് തരുകയും ചെയ്തു, അത് ചെലവഴിക്കാനുള്ള തൗഫീഖ് തന്നു. അതിന്റെ പുറമെ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്.
എന്നിട്ട് അള്ള പറയാണ് നിങ്ങൾ ചെലവഴിച്ചാൽ അത് ഞാൻ ഒരുപാട് മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു തരാം. അള്ളാന്റെ ഔദാര്യം എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? നമ്മൾ എന്താണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്നിട്ടും നമ്മള് തയ്യാറില്ല അല്ലെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, അള്ളാന്റെ ദീനിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് റെഡി അല്ല. നമുക്ക് അപ്പം ഭയങ്കര സ്റ്റിഞ്ചി ആയിട്ടുള്ള ചിന്തകൾ വരും. എന്നാലും ആ പൈസ തീർന്നോല്ലേ അല്ലെ, അതിനൊക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കുക. നമ്മളെ മക്കളെ കാര്യം, മക്കളെ വിദ്യാഭ്യാസം, മക്കളെ കല്യാണം അല്ലെ, അള്ളാന്റെ മാർഗത്തില് സുബ്ഹാനല്ലാഹ്. നമ്മള് അള്ള ഇത്രയും വലിയ ഔദാര്യം നമ്മളെ മേലെ കാണിക്കുമ്പോൾ അള്ളാന്റെ ഈ ദീനിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ്ടേ? സുബ്ഹാനല്ലാഹ്. ഈ 2 ആയത്തുകളിൽ വലിയ വളരെ ശക്തമായ ആഹ്വാനമുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം പണിയെടുക്കണം എന്നുള്ളത് അല്ലെ, മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന തരത്തിൽ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നുള്ളത്. നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല എന്നുള്ളത് ബേസിക്കലി. സുബ്ഹാനല്ലാഹ്. ഫുൾ ടൈം പണിയെടുക്കുകയാണെങ്കിലും മതിയാവൂല. കാരണം ചിലപ്പോൾ നമുക്ക് അവിടെ അത് തികഞ്ഞെന്ന് വരില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്, അത്തരത്തിൽ അതിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.